എല്ലാ ACV പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. കേരള കണക്ട് ഇന്ന് ചർച്ച ചെയ്യുന്നത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം വളരെ സാധ്യതകളുള്ള അറിഞ്ഞിരിക്കേണ്ട ഒരു മേഖലയെക്കുറിച്ചാണ്, അവിടുത്തെ തൊഴിൽ സാധ്യതകളെക്കുറിച്ചാണ്. തുറമുഖ രംഗത്തെ തൊഴിൽ സാധ്യതകൾ എന്നുള്ള വിഷയമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. കേരളത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഏകദേശം 600 കിലോമീറ്റർ കോസ്റ്റ് ലൈനുള്ള വളരെ കടലുകൊണ്ട് സമ്പന്നമായിട്ടുള്ള ഒരു സംസ്ഥാനമാണ്. എത്രത്തോളം നമ്മൾ അതിനെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്, അതിൻ്റെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആയാലും നമ്മുടെ ലോജിസ്റ്റിക്സിലായാലും അല്ലെങ്കിൽ സപ്ലൈ ചെയിനുമായി ബന്ധപ്പെട്ട കാര്യത്തിലായാലും ടോട്ടൽ അതിൻ്റെ ഒരു ഇക്കോണമിയെ എങ്ങനെയാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് എന്നുള്ളത് തീർച്ചയായും നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് തുറമുഖ രംഗത്തെ തൊഴിൽ സാധ്യതകൾ എന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾ കേരള കണക്റ്റിൽ ചർച്ചയ്ക്ക് എടുത്തിരിക്കുന്നതും. ഈ വിഷയത്തെക്കുറിച്ച് ആധികാരികമായി പറഞ്ഞു തരാൻ പറ്റുന്ന ഒരു പ്രഗത്ഭ വ്യക്തിത്വത്തെയാണ് നമുക്കിന്ന് അതിഥിയായി ലഭിച്ചിരിക്കുന്നത്. അന്താരാഷ്ട്ര മാരിടൈം എക്സ്പേർട്ട് ആയിട്ടുള്ള ശ്രീ നാണു വിശ്വനാഥനാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. നമസ്കാരം സർ. ഒപ്പം പ്രേക്ഷകരോടായി 1 മണിക്കൂർ ദൈർഘ്യമുള്ള ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാമാണ് കേരള കണക്റ്റിൽ. തുറമുഖ രംഗത്തെ തൊഴിൽ സാധ്യതകൾ എന്ന നമ്മുടെ ഇന്നത്തെ വിഷയത്തെ ബേസ് ചെയ്ത് നിങ്ങൾക്കുള്ള ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. ലൈവായി 1 മണിക്കൂറാണ് നമ്മുടെ ലൈവ് ഡ്യൂറേഷൻ. TV സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് ഡയൽ ചെയ്ത് സാറിനോട് നേരിട്ട് ചോദ്യങ്ങൾ ചോദിക്കാം. കൂടാതെ വാട്സാപ്പ് നമ്പറും നിങ്ങൾക്ക് ടെലിവിഷൻ സ്ക്രീനിൽ ഡിസ്പ്ലേ കാണാവുന്നതാണ്. വാട്സാപ്പിലൂടെയും നിങ്ങളുടെ ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. ഒരു റിക്വസ്റ്റ് ഉള്ളത്, ഫോൺ വിളിക്കാനുള്ള നമ്പർ, അത് കോൾ ചെയ്യാനുള്ള നമ്പർ എക്സ്ക്ലൂസീവായിട്ട് കോൾ ചെയ്യാനും വാട്സപ്പ് നമ്പർ വാട്സാപ്പിന് മാത്രമായാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് വാട്സപ്പ് നമ്പറിലേക്ക് ദയവേത് കോൾ ചെയ്യരുത്, നമുക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഒരു പരിമിതി. അപ്പോൾ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ ചോദ്യങ്ങൾ ടൈപ്പ് ചെയ്ത് അയക്കാവുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം. സാറേ, ഞാൻ പറഞ്ഞതുപോലെ കേരളം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് വലിയൊരു മാരിടൈം സ്കോപ്പുള്ള, അല്ലെങ്കിൽ 600 കിലോമീറ്ററോളം തന്നെ നമുക്ക് കോസ്റ്റ് ലൈൻ സമ്പന്നമായിട്ടുള്ള ഒരു സ്റ്റേറ്റാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ തുറമുഖം എന്ന് പറയുന്ന വാക്ക് ഒരുപക്ഷെ ഈ പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ റിസർച്ച് ചെയ്യുന്നവർ ഒരുപാട് വർഷങ്ങളായി അത് കേൾക്കുകയും പറയുകയും പഠിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഒരു ലെയ്മാൻ പെർസ്പെക്റ്റീവിൽ പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു 10-15 വർഷമായിട്ടാണ് ഈ പ്രത്യേകിച്ച് വിഴിഞ്ഞം വലിയ ചർച്ചയായതിനു ശേഷമാണ് നമ്മൾ ലെയ്മാനെ സംബന്ധിച്ചിടത്തോളം പോർട്ട് എന്ന് പറയുന്ന അല്ലെങ്കിൽ തുറമുഖത്തിൻ്റെ സാധ്യതകളെക്കുറിച്ചൊക്കെ അവർ ചിന്തിച്ചു തുടങ്ങുന്നത്. നമുക്ക് കൊച്ചിൻ ഷിപ്പ്യാർഡൊക്കെ ഉണ്ടെങ്കിൽ പോലും ഞാൻ പറയുന്നത്. അപ്പോൾ എന്താണ് ഈ തുറമുഖ രംഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സാധ്യതകൾ എന്നുള്ളത് തീർച്ചയായും മലയാളികൾ നിർബന്ധമായും അറിഞ്ഞിരിക്കണം. എന്താണ് തുറമുഖം, എന്തുകൊണ്ടാണ് കേരളത്തിന് തുറമുഖങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സാധ്യതകൾ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു തുടങ്ങാം സർ. തീർച്ചയായിട്ടും മലയാളിയുടെ മലനാടിനെ ഇന്നൊരു പക്ഷേ മാരിടൈം നാട് എന്ന തലത്തിലേക്ക് ഭൂപടത്തിൽ അടയാളപ്പെടുത്താൻ പോവുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ചും കേരളത്തിൽ ആദ്യമായിട്ടൊരു മുഖ്യമന്ത്രി തുറമുഖ വകുപ്പ് ഏറ്റെടുത്തേക്കുവാണ്. അതിശക്തമായ മാരിടൈം വിഷൻ കൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്പീച്ചുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അതിശക്തമായ മാരിടൈം വിഷനും സമുദ്ര മിഷനുമൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് മലനാട് ഒരു മാരിടൈം നാടിലേക്ക് പോവുകയാണ്. തീർച്ചയായിട്ടും പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ദീർഘമായിട്ടുള്ള മാരിടൈം പാരമ്പര്യമുള്ളൊരു രാജ്യമാണ് ഇന്ത്യയും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് കേരളവും. അതെ. ഇന്ത്യൻ മാരിടൈം ചരിത്രം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ മഹാഭാരതത്തിൽ നമ്മൾ നോക്കുമ്പോൾ പലയിടത്തും അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അതുപോലെ ലോത്തൽ എന്ന് പറയുന്ന തുറമുഖത്തെക്കുറിച്ചും രാമസേതുവിനെ കുറിച്ചിട്ടുമൊക്കെ ഉള്ളതിനകത്തിൽ നമ്മുടെ പഴയ ചരിത്രത്തിലും ഈ രാമായണത്തിലൊക്കെയുണ്ട്. കേരളത്തിലേക്ക് വന്നാൽ മുസരീസിൻ്റെ ചരിത്രം ഒരുപക്ഷെ റോമൻ സാമ്രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ പോലും എഴുതിയിട്ടുള്ള മാരിടൈം ചരിത്രത്തിനകത്തിലെ അധ്യായമാണ്. ഇത്രയൊക്കെ വലിയ മഹത്തായ മാരിടൈം ചരിത്രമുണ്ടെങ്കിലും വീണ പറഞ്ഞ മാതിരി നമ്മുടെ സ്റ്റേറ്റ് നിർഭാഗ്യവശാൽ ഒരു കോളനിവൽക്കരണത്തിനൊക്കെ ശേഷം കാര്യമായിട്ട് മാരിടൈം സബ്ജക്റ്റ് ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. കൊച്ചിൻ പോർട്ട് ട്രസ്റ്റൊക്കെ നമുക്ക് വന്നു. വിപ്ലവകരമായിട്ടുള്ള ഷിപ്പ് നിർമ്മാണത്തിനകത്തിലും ഒക്കെ നമ്മൾ വിജയിച്ചിരുന്നു എങ്കിലും വല്ല അർപ്പാടവും വന്നെങ്കിൽ പോലും വിഴിഞ്ഞം തുറമുഖം വന്നപ്പോഴാണ് നമ്മുടെ നാട്ടിൽ തുറമുഖം എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് കാര്യപ്രസക്തമായിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്. ഇന്നും തുറമുഖം, പോർട്ട്, വിഴിഞ്ഞം, ഹാർബർ എന്നൊക്കെ കേൾക്കുന്നു എങ്കിലും സത്യമാണ് വീണ പറഞ്ഞത്. ഒരു ലേമാൻ്റെ പെർസ്പെക്റ്റീവിൽ നോക്കിയാൽ വാക്ക് ഫെമിലിയറാണ്. പക്ഷേ എന്താണ് തുറമുഖം എന്ന് ചോദിച്ചാൽ
പലർക്കും അതിനെക്കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പ്രയാസമുണ്ട്. അല്ല, സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ച് കപ്പൽ വരുന്നു പോകുന്നു, ഇത്ര മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് പലർക്കും അറിയില്ല. അതുതന്നെയാണ് അതിൻ്റെ യഥാർത്ഥത്തിൽ പറഞ്ഞ ആൻസർ. പക്ഷേ അത് എങ്ങനെ, അതായത് ഇതൊരു വലിയ പ്രയാസമുള്ള സബ്ജക്റ്റായിട്ടൊക്കെയാണ് ആൾക്കാർ കാണുന്നത്. അങ്ങനെയല്ല. അതായത് നമുക്ക് 3 തലമാണ് ഈ പ്ലാനറ്റിലുള്ളത്. ആകാശം, ഭൂമി. ആ ഭൂമിയിൽ തന്നെ 2ആയിട്ട്, അതല്ലെങ്കിൽ സമുദ്രം, കര, ആകാശം. ഈ കരയിൽ കൂടെയുള്ള സാധനങ്ങളുടെ മൂവ്മെൻറ്റ്, അതിന് ആ മൂവ്മെൻറ്റ് നടന്നെങ്കിൽ മാത്രമേ മനുഷ്യന് നിലനിൽക്കാൻ പറ്റത്തുള്ളൂ. അതിനെ ചേർത്ത് പിടിക്കാൻ വേണ്ടി ആകാശവും വെള്ളവും കൂടെ വേണം. അപ്പോൾ കരയിൽ കൂടെ സാധനത്തെ മൂവ്മെൻറ്റ് നടത്താൻ വേണ്ടി സാധനം ഒരിടത്ത് കയറ്റി ഒരിടത്ത് കൊണ്ടുവന്ന് ഇറക്കണം. അതിന് ഒരു സ്യൂട്ടബിൾ സ്ഥലം വേണം. ആ സ്യൂട്ടബിൾ സ്ഥലമാണ് നമ്മൾ റോഡ് ട്രാൻസ്പോർട്ടേഷനിൽ ബസ് സ്റ്റേഷനെ, ലോറി സ്റ്റേഷനെ, റെയിൽവേ സ്റ്റേഷൻ എന്നൊക്കെ പറയുന്നത്. ആകാശ ട്രാൻസ്പോർട്ടേഷനകത്തിൽ നമ്മളതിനെ എയർ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. ഇതേ തരത്തിൽ തന്നെ ലോകം എന്ന് പറയുന്നത് 71% ഓഷ്യനും 29% കരയുമായിട്ട് 195 രാജ്യമായിട്ട് 7 ഭൂഖണ്ഡത്തിൽ വ്യാപിച്ചു കിടക്കുന്നു. അപ്പം ഈ മനുഷ്യനാവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഒരിടത്ത് കിട്ടുകയില്ല. അപ്പം ഇത് കളക്ട് ചെയ്തുകൊണ്ട് വരികയും ആവശ്യങ്ങൾ നിറവേറ്റാൻ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുകയും ചെയ്യണം. അപ്പം ഈ കടലിൽ കൂടെ നമുക്ക്, അല്ലെങ്കിൽ വെള്ളത്തിൽ കൂടെ യാത്ര ചെയ്യുന്നതിന് വാട്ടർ ക്രാഫ്റ്റ്, വള്ളം, ബോട്ടുകൾ, കപ്പലുകൾ, അല്ലെങ്കിൽ വെസൽസ് എന്നൊക്കെ പറയുന്നു. ഇതിന് വന്ന് സുരക്ഷിതമായിട്ട് അടുക്കണം, നങ്കൂരമിടണം. അല്ലെ, നമുക്ക് ലേമാൻ്റെ ഭാഷ പറഞ്ഞാൽ പാർക്ക് ചെയ്യണം. പാർക്ക് ചെയ്തിട്ട് ആൾക്കാർക്ക് പുറത്തേക്ക് ഇറങ്ങണം. തിരിച്ച് അതേ തരത്തിൽ തന്നെ ആൾക്കാരെ അതിലേക്ക് കയറ്റണം. കാർഗോ പുറത്തേക്ക് കൊണ്ടുവരണം, അതകത്തേക്ക് കൊണ്ടുവരണം. അപ്പം ഇതിനൊക്കെയായിട്ട് ഒരു വലിയ ഇൻഫ്രാസ്ട്രക്ചർ, ചെറിയ ഇൻഫ്രാസ്ട്രക്ചർ, നമുക്ക് മീൻ പിടിച്ചു കൊണ്ടുവന്നിട്ട് വള്ളമൊക്കെ എടുക്കാൻ വേണ്ടി ഹാർബർ മതി. പക്ഷേ അതൊരു വലിയ ഇൻഫ്രാസ്ട്രക്ചറാണ് എങ്കിൽ ആ വലിയ ഇൻഫ്രാസ്ട്രക്ചറിനെയാണ് നമ്മൾ സാധാരണ പോർട്ട് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ തുറമുഖം എന്ന് പറയുന്നത്. ഇത്ര മാത്രമേ ഉള്ളൂ ഒരു തുറമുഖം. അതായത് വള്ളങ്ങൾക്കും ബോട്ടുകൾക്കും കപ്പലുകൾക്കും സുരക്ഷിതമായിട്ട് വന്നടുത്ത് അതിൽ കൊണ്ടുവരുന്ന കാർഗോ, പാസഞ്ചേഴ്സ്, അതിനെ പുറത്തേക്ക് ഇറക്കാനും അകത്തേക്ക് കയറ്റുവാനും അനുയോജ്യമായ ഒരു സ്ഥലം. വെള്ളത്തിലാണെങ്കിൽ അത് സീ പോർട്ട്, അല്ലെങ്കിൽ വാട്ടർ, അല്ലെങ്കിൽ റിവർ പോർട്ട് എന്ന് പറയും. കരയ്ക്കാണെങ്കിൽ ഡ്രൈ പോർട്ട് എന്ന് വിളിക്കും. ഇതാണ് ഈ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. നേർച്ച് ഈ തുറമുഖം ഞാൻ പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ എങ്കിൽ പോലും ഇറ്റ്സ് ഈ പ്ലാനറ്റിൻ്റെ അത്രയും വലിപ്പത്തിലുള്ള സബ്ജക്റ്റാണ് ഈ തുറമുഖവുമായിട്ട് ബന്ധപ്പെട്ട അലയുടെ സബ്ജക്ട്സും. ഓക്കെ സാർ, ഇപ്പം ലളിതമായ ഭാഷയിൽ എന്താണ് ഒരു പോർട്ട് എന്നുള്ളത് നമ്മുടെ പ്രേക്ഷകർക്ക് എനിക്കിതൊന്നും മനസ്സിലായി കാണും. നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സാധാരണ കേൾക്കുന്ന എന്ന് വെച്ചാൽ പണ്ട് മുതലേ നമുക്ക് അറിയുന്നത് ഇപ്പോൾ കൊച്ചിയിലെ പോർട്ട് വളരെ പോപ്പുലറാണ്. ഇപ്പോഴാണെങ്കിൽ വിഴിഞ്ഞം പോർട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പോർട്ടുകൾ തന്നെ നമ്മൾ ഈ കേൾക്കുന്ന 1-2 പേരുകളല്ല, അതിനപ്പുറത്തേക്ക് കേരളത്തിലുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്, ചെറുതും വലുതുമായി. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളൊന്ന് പറഞ്ഞു തരാമോ? തീർച്ചയായിട്ടും. തുറമുഖങ്ങൾ അല്ലെ പോർട്ടിനെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച്, അതായത് ഇന്ത്യയിൽ നമ്മൾ തുറമുഖങ്ങളെ, അതായത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കീഴിലും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലും വരുന്നതിനെ 2ആയി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. അതിന് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ആക്ട്, അതായത് ഇപ്പം അതിന് സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ മാരിടൈം ബോർഡ് ആക്ട് എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ 2017 ആക്ട് പാസ്സായിട്ടുണ്ട്. അങ്ങനെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്ന പോർട്ടുകളെ ഇടത്തരം പോർട്ടുകൾ, നോൺ മേജർ പോർട്ടുകൾ, അതായത് സ്മാൾ ആൻഡ് മീഡിയം എന്നുള്ള നോൺ മേജർ തുറമുഖങ്ങളെന്നും, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്ന ഇന്ത്യൻ പോർട്ട് ട്രസ്റ്റ് ആക്ട് അനുസരിച്ച് വരുന്ന തുറമുഖങ്ങളെ മേജർ പോർട്ടുകൾ എന്ന് വിളിക്കും. അപ്പോൾ ഇന്ത്യക്ക് ആസ് പെർ ദ ലീഗൽ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ഇത് വെച്ചിട്ട് നമുക്ക് നോക്കുമ്പോൾ 2 തരത്തിലേക്കുള്ള പോർട്ടുകളുണ്ട്. എന്നാൽ ഇത് കൂടാതെ തന്നെ പോർട്ടുകളുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വിഴിഞ്ഞം നിലവിലുള്ള ഒരു സാഹചര്യത്തിലെ 3 പാർട്ടികൾ ചേർന്ന്, ഇവിടുത്തെ 3 പാർട്ടികൾ, അതായത് ട്രൈ പാർട്ടിക്കകത്ത് ഒന്ന് സെൻട്രൽ ഗവൺമെൻറ് എ പോർഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, വൺ ഈസ് സ്റ്റേറ്റ് ഗവൺമെൻറ്, അടുത്തത് എന്ന് പറയുന്നത് നമ്മളെ പറയുന്ന അദാനി എന്ന് പറയുന്ന ഒരു പാർട്ടി. ഇവർ 3 പേരൂടെ ചേർന്നിട്ട് ഡിസൈൻ, ബിൽഡ്, ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ എന്ന ഒരു കോൺട്രാക്ച്വൽ ഇതിൻ്റെ തലത്തിൽ മാതിരി ഒരു BOT, ഡിസൈൻ, ബിൽഡ് ആൻഡ് ഓപ്പറേറ്റ് ട്രാൻസ്ഫർ എന്നുള്ള മോഡലിലേക്ക് ഇതിനെ ചെയ്ത് അതൊരു മെഗാ പോർട്ടിൻ്റെ കീഴിൽ വരും. ഇനി നമ്മളുടെ കരയിലുമൊക്കെ നമ്മളിതേ തരത്തിൽ പറഞ്ഞല്ലോ ട്രൈ പോർട്ട്. ഇപ്പം തന്നെ പിന്നെ നമുക്ക് കോട്ടയത്ത് നമുക്കൊരു ഇല്ലാൻഡ് വാട്ടർ ഒരു ഇല്ലാൻഡ് പോർട്ടുണ്ട്. അത് എന്ന് പറയുന്ന ഉൾനാടൻ തുറമുഖം എന്ന് പറയും.
പിന്നെ ഇത് കൂടാതെ പ്രൈവറ്റായിട്ട് ആൾക്കാർക്ക് പോർട്ടുകൾ നിർമ്മിക്കാനും ബാക്കിയുള്ള കാര്യത്തിലേക്കുള്ള അവസരങ്ങളുണ്ട്. അങ്ങനെ പോർട്ടിനെ ഡിപ്പെൻഡ് അപ്പോൺ, അതായത് ഒന്ന് അതിന് ലീഗൽ ഫോർമാലിറ്റിയിൽ ഉള്ളതിനകത്തിലും പിന്നെ അത് ഏത് നേച്ചർ ഓഫ് ബിസിനസ്സാണ് ചെയ്യുന്നത്, എവിടെയാണ് നിർമ്മിക്കുന്നത്, അതിൻ്റെ നേച്ചർ അനുസരിച്ചും. ഇപ്പം ഞാനൊക്കെ പറയുമ്പം ഏകദേശം 59 ടൈപ്പ് പോർട്ടുകളെക്കുറിച്ച് റിസർച്ച് ചെയ്തിട്ടുള്ളവരാണ് ഞങ്ങളൊക്കെ. അത്ര അധികം ടൈപ്സ് ഓഫ് പോർട്ടുകൾ പോലും ഉണ്ട്. ഇപ്പം നമ്മുടെ കേരളത്തിൽ പ്രധാനമായിട്ട് 3 മെഗാ പോർട്ട്, മേജർ പോർട്ട്, നോൺ മേജർ പോർട്ട്. കൊച്ചി ഒരു മേജർ പോർട്ട്, വിഴിഞ്ഞം ഒരു മെഗാ പോർട്ട്, 17 നോൺ മേജർ പോർട്ട്, അതായത് ഉൾനാടൻ തുറമുഖത്തിനകത്തിൽ വരുന്നത് അതായത് കോട്ടയത്തുണ്ട്. പിന്നെ കണ്ടെയ്നർ ടെർമിനലുണ്ട് കേരളത്തിൽ വല്ലാർപാടം. പ്രൈവറ്റ് പോർട്ടുകൾ ഇപ്പോൾ പൊന്നാനിയിൽ ഒരു പോർട്ട് നിർമ്മിക്കുന്നുണ്ട്, ഒരു പ്രൈവറ്റ് പോർട്ടാണ് അത്. അതിനകത്തിലേക്ക് ഇപ്പം ഗവൺമെൻറ്റും ബാക്കിയുള്ള അപ്പോൾ അതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ കേരള ഗവൺമെൻറ് ഇപ്പോൾ പിന്നെ ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്ന കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്ന മറ്റൊരു പോർട്ടിൻ്റെ നിർമ്മാണം നടക്കുന്നു, മലബാർ പോർട്ട് ലിമിറ്റഡ്. ഇതാണ് അങ്ങനെ വരുന്നത്. വളരെ എന്താണ് പുതിയ അറിവുകളാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും സാർ ഒരു കോള് വെയിറ്റ് ചെയ്യണം, നമുക്കൊന്ന് അറ്റൻഡ് ചെയ്യാം. ഹലോ, കേരള കണക്റ്റിലേക്ക് സ്വാഗതം. ആരാണ്? എന്റെ പേര് റോബിൻ ആണ്, ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വിളിക്കുന്നത്. ഓക്കെ റോബിൻ, തുറമുഖ രംഗത്തെ തൊഴിൽ സാധ്യതകളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ശ്രീ നാണു വിശ്വനാഥൻ സാറാണുള്ളത്, സംസാരിച്ചു. എന്റെ മകന് ഇപ്പൊ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ജസ്റ്റ് ഈ വർഷം പാസ് ഔട്ട് ആകുകയാണ്. അപ്പം അവന് ഈ നമ്മുടെ അവിടെ വിഴിഞ്ഞം തുറമുഖമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും തൊഴിൽ സാധ്യതകളോ വല്ലതും ഉണ്ടോ? അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞുതരാം. സാർ, എനിക്ക് വിഴിഞ്ഞം തുറമുഖമോ അതുമായിട്ട് ബന്ധപ്പെട്ട് ഡയറക്റ്റ് ഒരു തരത്തിലുമുള്ള ഒരു റിലേഷൻഷിപ്പ് ഉള്ള ഒരാളല്ല. വിഴിഞ്ഞം തുറമുഖമോ അല്ലെങ്കിൽ അങ്ങനെ തരത്തിലേക്കുള്ള പക്ഷേ അതായത് ബിടെക് കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്ക്, അതായത് എൻജിനീയറിംഗ് ഒന്ന് നോട്ടിക്കൽ സയൻസ് എന്ന് പറയും. നോട്ടിക്കൽ സയൻസ് നാവിഗേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതുപോലെ നേവൽ ആർക്കിടെക്ട് ഉണ്ട്. നേവൽ ആർക്കിടെക്ട് ആണെങ്കിൽ ഷിപ്പ് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ എൻജിനീയറിംഗ് ഉണ്ട്, മെക്കാനിക്കൽ സൈഡിലേക്കും വരുന്ന മറ്റ് മറൈൻ എൻജിനീയർ എന്ന് പറയുന്ന തലത്തിലേക്കുള്ളതുണ്ട്. അപ്പം നമ്മൾ ഈ കോഴ്സ് കഴിഞ്ഞിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം കോഴ്സുകൾ കൊണ്ട് മാത്രം ഇത് സഫീഷ്യൻ്റ് ആകത്തില്ല. സാറ് ചെയ്യേണ്ടത് ഇതിൻ്റെ അതായത് ഈ മോൻ പഠിച്ച ഡിവിഷൻ്റെ അവിടുത്തെ അധ്യാപകരോട് തന്നെ ചോദിച്ചു കഴിഞ്ഞാലും, അതല്ലെങ്കിൽ DG ഷിപ്പിംഗ് വിളിക്കും, ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിങ്ങിൻ്റെ ഇവിടുത്തെ സൈറ്റിൽ നോക്കിയാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അതായത് നല്ല ഇൻറ്റേൺഷിപ്പ് കിട്ടുന്ന, ഇപ്പോൾ കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിൽ കൊച്ചിൻ ഷിപ്പ് യാർഡിലും ഒക്കെ ഒരു പക്ഷേ ഇതിന് സാധ്യതകളുണ്ടാകും. കാരണം കൊച്ചിൻ ഷിപ്പ് യാർഡിന് നിരവധി പുതിയ ഓർഡറുകൾ കിട്ടി. കൊച്ചിൻ ഷിപ്പ് യാർഡ് ലിമിറ്റഡ് വളരെയധികം അതായത് ഷിപ്പ് നിർമ്മാണത്തിലുമൊക്കെ അങ്ങേയറ്റം കുതിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റേറ്റിൻ്റെ ഏറ്റവും അല്ലെ രാജ്യത്തിൻ്റെ ഏറ്റവും അഭിമാനമായിട്ടുള്ള സ്ഥാപനമായിട്ട് മാറുകയാണ്. അപ്പം അങ്ങനെയുള്ള സ്ഥാപനത്തിലോ അതുപോലെ മുംബൈയിലെ, ചെന്നൈയിലെ, അതുപോലെ ഷിപ്പ് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട, നാവിഗേഷനുമായിട്ട് ബന്ധപ്പെട്ട ഇവരിൽ അതായത് പ്രാക്ടിക്കൽ സൈഡിൽ നിൽക്കുന്ന ആൾക്കാരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് സാർ മകനെ അങ്ങനെയുള്ള തരത്തിലേക്ക് ഡയറക്റ്റ് ചെയ്യണം. അദ്ദേഹത്തിൻ്റെ ആഗ്രഹവും കൂടെ ചോദിക്കണം ഏത് തലത്തിലേക്ക് പോകാൻ. കാരണം മാരിടൈമിൽ നിരവധി ഡിവിഷൻസ് ഉണ്ട്. അതിൽ ഒരു ഡിവിഷനാണ് സാറിൻ്റെ മകൻ പഠിക്കുന്നത്. അതിൻ്റെ അഡ്വാൻസ്ഡ് സ്റ്റേജിലേക്ക് പോകാൻ എങ്ങനെ പോകണം എന്നുള്ള കാര്യം യു ഹാവ് ടു സാറ് അതിലെ എക്സ്പെർട്ടൈസ് ആൻഡ് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരുടെ പിന്നെ എക്സ്പെർട്ടൈസ് ഒപ്പീനിയൻ എടുത്ത് മാത്രമേ മുന്നോട്ട് പോകാവൂ. ഇത് വളരെ ഫ്യൂച്ചറുള്ള ഒരു മേഖലയാണ്. താങ്ക് യു സർ. ഈ ബ്ലൂ എക്കോണമി അല്ലെങ്കിൽ ഓഷ്യൻ എക്കോണമി എന്ന് പറയുന്ന ടേംസ് നമ്മൾ കേൾക്കാറുള്ളതാണ്. പക്ഷേ ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ പോലെ നമുക്ക് ഇത്രയും പോർട്ടിൻ്റെ സാധ്യതകളുണ്ട്, ഇത്രയും വലിയ കോസ്റ്റ് ലൈനുണ്ട്. അപ്പോൾ സാധാരണക്കാരന് സാധ്യതകൾ എന്തൊക്കെയോ ഉണ്ടെന്നറിയാം, പക്ഷേ എത്രത്തോളം സാധ്യതയുണ്ട് എന്നുള്ളതാണ് അറിയാത്തത്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന്. അതെ, ഒരു പക്ഷേങ്കിൽ കേരളത്തിലെ ഏറ്റവും അധികം തെറ്റിദ്ധരിച്ചിട്ടുള്ള ഒരു വാക്ക്, ഒരുപാട് ഡിബേറ്റുകൾ അതിനെക്കുറിച്ച് നടക്കുന്നുണ്ട്, വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. അതിനോട് യോജിച്ചുകൊണ്ട് എൻ്റെ വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട്, ബഹുമാന്യമായിട്ട് തന്നെ യോജിച്ചുകൊണ്ട് വിയോജിപ്പ്. ബ്ലൂ എക്കോണമി അല്ലെങ്കിൽ നീല സമ്പദ്ഘടന എന്ന് പറയുന്നത് എൻ്റെ കാഴ്ചപ്പാടിൽ ഈ സ്റ്റേറ്റിന് ഏറ്റവും സ്യൂട്ടബിളായിട്ടുള്ള ഒരു എക്കോണമി സിസ്റ്റം ആണ്. ഞാൻ എൻ്റെ പിന്നെ ഒരുപക്ഷെ കേരളത്തിൽ അത് ഇൻട്രൊഡ്യൂസ് ചെയ്തതിനകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ്. എന്താണ് ബ്ലൂ എക്കോണമി എന്ന് ഞാൻ ആദ്യം ഒന്ന് പറയാം. ബ്ലൂ എക്കോണമി എന്ന് പറയുന്നത് 1994 UN ഗുണ്ടർപോളി എന്ന് പറയുന്ന ഒരു എക്കണോമിസ്റ്റ്
വെച്ചിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ്. ആ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്, അതായത് 29% വരുന്ന ലാൻഡ് ഓൾറെഡി ഓവർ കൺസ്യൂംഡാണ് നമ്മുടെ നീഡിന് വേണ്ടിയും ഗ്രീഡിന് വേണ്ടിയും. അപ്പോൾ ഇനിയും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തന്നെ, ഞാൻ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുള്ള, നമ്മൾ തന്നെ പാടുന്നൊരു പാട്ടുണ്ട്, ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ. 5-ാം തീയതി പരിസ്ഥിതി ദിനം വരുന്ന സമയത്ത് നമ്മൾ പറയാൻ വേണ്ടി ഇരിക്കുകയാണ്, നമ്മുടെ ഭൂമി, നമ്മുടെ അമ്മയെ സംരക്ഷിക്കണം എന്നുള്ള തരത്തിലേക്ക്. കഴിഞ്ഞ പ്രാവശ്യത്തെ, അതായത് UN-ൻ്റെ IMO-യുടെ ഇൻ്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ പറഞ്ഞത് അവർ ഓഷ്യൻ അവർ ഫ്യൂച്ചർ എന്നുള്ള തരത്തിലാണ്. അപ്പം ഈ ബ്ലൂ എക്കോണമി എന്നുള്ള ഒരു കാഴ്ചപ്പാട്, അതായത് ഓഷ്യനെ നമ്മൾ ചേർത്ത് പിടിച്ചുകൊണ്ട് അമ്മയെ നമ്മൾ ചേർത്ത് പിടിക്കുന്ന തരത്തിൽ ഓഷ്യനെ, കാരണം 71% ഓഷ്യനാണ്, നമ്മൾ ന്യൂനപക്ഷമാണ്. 29% എന്ന് പറയുന്ന ന്യൂനപക്ഷം കരയാണ് കടലിനെ മാനേജ് ചെയ്യുന്നത്. അതിനെ പൊളൂട്ട് ചെയ്യാതെ റെസ്പോൺസിബിളായിട്ട് ഉപയോഗപ്പെടുത്തി നമുക്കാവശ്യമായിട്ടുള്ള ഭക്ഷണവും കാരണം 70% ഓക്സിജൻ നൽകുന്നത് ഓഷ്യനാണ്. 97% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഷ്യൻ വാട്ടറാണ്. അതിനെ ചേർത്ത് പിടിച്ച് ഒരു സസ്റ്റൈനബിൾ, സുസ്ഥിര വികസനത്തിലേക്ക് പോകുവാൻ വേണ്ടി ഓഷ്യനെ ഉപയോഗിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ബ്ലൂ എക്കോണമി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ നിരവധി ഘടകങ്ങളുണ്ട്. അതായത് ഒന്ന്, മാരിടൈമായിട്ട് വന്ന ട്രേഡ് ആൻഡ് ട്രാൻസ്പോർട്ട്. എങ്ങനെയാണ് അതിൻ്റെ ഫിഷിംഗ് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഫിഷറീസുമായിട്ട് ബന്ധപ്പെട്ട, അക്വാകൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട, മാരികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ എന്ന് ഫോസിൽ എനർജിയോ മറ്റ് ഭൂമിയിൽ നിന്നും കുഴിച്ചെടുക്കുന്ന എനർജിയിലേക്ക് നാം ഡിപ്പെൻഡ് ചെയ്യാൻ പോയാൽ, അല്ലെങ്കിൽ നമ്മൾ ന്യൂക്ലിയർ എനർജിയിലേക്കെങ്കിലും നമ്മൾ പോയാൽ, നമുക്ക് ഒരു കാലം കഴിയുമ്പോൾ റിസോഴ്സസ് ഇല്ലാതായി. സോ വി ഹാവ് ടു, നമ്മളെ സംബന്ധിച്ചിടത്തോളം വിൻഡിനെയും തിരമാലയും ബാക്കി എല്ലാത്തിനെയും നമ്മൾ അത് റിന്യൂവബിൾ എനർജി റിസോഴ്സസുകൾ നമ്മൾ കൊണ്ടുവരിക. നമുക്ക് ഏതൊരു രാജ്യം നോക്കിയാലും ആ രാജ്യത്തിന് ഒരു വലിയ കോസ്റ്റൽ കമ്മ്യൂണിറ്റി ഉണ്ട്. എസ്പെഷ്യലി ഇന്ത്യ പോലുള്ള രാജ്യത്തിനും വലിയ കോസ്റ്റൽ കമ്മ്യൂണിറ്റി. കാരണം നമുക്ക് ഗുജറാത്ത് തൊട്ടിങ്ങോട്ട് ബംഗാൾ വരെയും പശ്ചിമ ബംഗാൾ വരെയും കോസ്റ്റൽ ഏരിയ കിടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പം കോസ്റ്റൽ കമ്മ്യൂണിറ്റിയും കോസ്റ്റൽ അവസരങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ടൂറിസം, നമുക്ക് കരഭൂമി കുറവാണ്. അതിലേക്കൂടെ നമ്മുടെ വാഹനങ്ങളെല്ലാം കൂടെ കടത്തിവിട്ടാൽ, കാർബൺ എമിഷനിലെ അവിടത്തേക്ക് വന്നാൽ, ഡേഞ്ചറസ് ഗുഡ്സ് എല്ലാം കൂടെ അതുവഴി വന്നാൽ നമ്മുടെ സ്റ്റേറ്റിനകത്തിലേക്ക് വലിയ അപകടകരമായ അവസ്ഥയിലേക്ക് പോകും. സോ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുന്നത്, കോസ്റ്റ് എഫക്റ്റീവായിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓഷ്യനെ ഉപയോഗിക്കുക. അപ്പം ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഓഷ്യനെ ഉപയോഗപ്പെടുത്തുക, വാട്ടറിനെ ഉപയോഗപ്പെടുത്തുക എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ്. ഇതിന് ലോകരാജ്യങ്ങളിൽ പ്രത്യേകിച്ച് ഒരു ഡെഫിനിഷനും എല്ലാവരും പൊതുവായിട്ട് അംഗീകരിച്ചിട്ടുള്ളതില്ല. ലോകബാങ്ക് അവരുടേതായ തലത്തിൽ പറയുന്നു, ഇന്ത്യ ഇന്ത്യയുടേതായിട്ട് വരുന്നു, UAE പറഞ്ഞു. പക്ഷെ ഇന്ന് ലോകം ആരാണോ കടലിനെ കീഴ്പ്പെടുത്തുന്നത് അവർ ലോകം കീഴ്പ്പെടുത്തുന്നതാണ്. ഇന്ന് ലോകം ബിഹൈൻഡ് ദ ബ്ലൂ എക്കോണമിയാണ്. അതാണ് ഈ പറയുന്ന ബ്ലൂ എക്കോണമി അല്ലെ ഓഷ്യൻ എക്കോണമി. അതെ, ചെറിയ നമ്മൾ ഈ തുറമുഖവുമായിട്ട് അല്ലെങ്കിൽ ബ്ലൂ എക്കോണമിയായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപാട് ആസ്പെക്ട്സ് നമുക്ക് ചർച്ച ചെയ്യാനായിട്ടുണ്ട്. അതിലൊന്ന് എനിക്ക് തോന്നുന്നു ആദ്യത്തെ തലം നമുക്ക് എഡ്യൂക്കേഷനിലേക്ക് വരാം. അപ്പോൾ എന്തൊക്കെയാണ് വിദ്യാഭ്യാസ സാധ്യതകൾ? കാരണം ഇത് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ ബാക്കി തൊഴിലടക്കമുള്ള കാര്യങ്ങളെല്ലാം ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അപ്പം ആ എഡ്യൂക്കേഷനിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. തീർച്ചയായിട്ടും വിദ്യാധനം സർവ്വധനാൽ പ്രധാനം എന്നാണല്ലോ നമ്മൾ തന്നെ പറയുന്നത്. തീർച്ചയായിട്ടും വിദ്യ നമുക്കിതിനകത്ത് നേടാൻ കഴിഞ്ഞാൽ നമ്മൾ ഫേസ് ചെയ്യപ്പെടുന്ന ഒരുമാതിരിപ്പെട്ടല്ല. ബ്ലൂ എക്കോണമി മാരിടൈം സെക്ടർ എടുക്കുമ്പോൾ ഇതിന് നിരവധി തരത്തിലുള്ള എഡ്യൂക്കേഷനാണ്. അതും നമ്മുടെ നാട്ടിലോ ഇന്ന് നമ്മുടെ യൂണിവേഴ്സിറ്റികളോ കോളേജുകളോ ഒക്കെ ചിന്തിക്കുന്നതിൽ നിന്നും കുറച്ചുകൂടെ അഡ്വാൻസ് ആയിട്ട് വിപുലമായിട്ട് ഇത് ചിന്തിച്ചാലേ ഇതിൻ്റെ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. കടൽ, നമ്മൾ കരയെക്കുറിച്ച് അല്ല ബാക്കിയുള്ള കാര്യം പഠിക്കുമ്പോൾ നമ്മുടെ കോളേജിലും സ്കൂളിലൊക്കെ നമ്മൾ ജിയോഗ്രഫിയെക്കുറിച്ച് പഠിക്കത്തില്ലേ? അപ്പം ഓഷ്യൻ ജിയോഗ്രഫിയെക്കുറിച്ചിട്ട് പഠിക്കുക എന്ന് പറയുന്നത് എന്തോരു വലിയൊരു ആവാസ വ്യവസ്ഥയാണ്. എത്രമാത്രം ട്രാൻസ്പോർട്ടേഷൻ അതിൽ കൂടെ നടക്കുന്നത്, എന്തുമാത്രം ഫിഷിംഗ് അല്ലെങ്കിൽ പിന്നെ ഫിഷർമാൻ കമ്മ്യൂണിറ്റി അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പം അതുമായിട്ട് ഓഷ്യനും ഓഷ്യൻ്റെ ആവാസ വ്യവസ്ഥയും ഓഷ്യനിലെ ഫിഷിങ്ങും ഇത് എഡ്യൂക്കേഷൻ്റെ ഒരു തലമാണ്. 95% ഓഫ് ദ വേൾഡ് ട്രേഡ് ഈസ് ഹാപ്പനിങ് ത്രൂ ദ സീ ആൻഡ് ദ മൾട്ടി മോഡൽ ട്രാൻസ്പോർട്ടേഷൻ. 95% വ്യാപാരവും നടക്കുന്നത് കടലിലും അതിൽ കൂടെയാണ്. അപ്പോൾ ഒന്ന് നോക്കിയേ, ലോകത്തിൻ്റെ
ഈ ലോകത്തിനെ ഊട്ടാൻ തലങ്ങും വിലങ്ങും ഷിപ്പുകൾ ഓടുന്ന ഒരു സ്ഥലമാണ് കടൽ. അതെ അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എത്ര നാവിഗേഷൻ വേണം? അതെ. അപ്പം അത് വേറൊരു വിദ്യാഭ്യാസമാണ്. ആ നാവിഗേഷൻ ഈ നമ്മളിവിടെ ബസ് ഓടിച്ചുകൊണ്ട് പോകുന്ന മാതിരി തന്നെ കപ്പൽ ഓടിച്ചുകൊണ്ട് പോകുന്ന ഒരു വോയേജിൽ ഇപ്പോൾ വിഴിഞ്ഞത്തുനിന്നൊരു കപ്പൽ ജബലാലിയിലേക്ക് അല്ലെങ്കിൽ ദുബൈയിലേക്ക് എത്തിക്കണോ, അതല്ലെങ്കിൽ പിന്നെ കൊറിയയിലെ ബുസാനിലേക്ക് എത്തിക്കണം, അതല്ലെങ്കിൽ ഹോങ്കോങ്ങിൽ. അപ്പോൾ അതിന് കൃത്യമായ സീ റൂട്ടുണ്ട്. അതിൻ്റെ നാവിഗേഷൻ ഇതിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ മറ്റൊരു മേഖലയാണ്. ഷിപ്പ് നിർമ്മിക്കണം, നേവൽ ആർക്കിടെക്ട്. ഇപ്പം തിരുവനന്തപുരത്ത് തന്നെ നമുക്ക് എത്തിയിട്ടുള്ള, നമ്മൾ തന്നെ വളരെ പറയും, ഇവിടെ ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലെത്തി MSC ഐറിന. ഏകദേശം 400 കിലോമീറ്റർ, 396 പോയിൻറ്റ് സംതിങ് മീറ്ററാണ് അതിൻ്റെ നീളം. 1/2 കിലോമീറ്ററുള്ള ഒരു ഷിപ്പ് നിർമ്മിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എഡ്യൂക്കേഷൻ, നേവൽ ആർക്കിടെക്ട് അല്ല, അത് മറ്റൊരു എഡ്യൂക്കേഷൻ. അതായത് ഞാനിത് പറഞ്ഞു വരുന്നത്, മാരിടൈമുമായിട്ട് ബ്ലൂ എക്കോണമിയായിട്ട് ബന്ധപ്പെട്ട് എഡ്യൂക്കേഷനെ ഇന്ന് ഡിഫൈൻ ചെയ്യുന്നതിന് വ്യത്യസ്തമായിട്ട് ക്ലാസിഫൈ ചെയ്യണം. ജിയോഗ്രഫിക്കൽ, ആവാസ വ്യവസ്ഥയായിട്ട് ബന്ധപ്പെട്ടത്, ഷിപ്പ് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടത്, നാവിഗേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. ഈ ഷിപ്പുകളൊക്കെ നമുക്ക് സ്കൂട്ടറും കാറും ഒക്കെ ഉണ്ട്, ഇത് റിപ്പയർ ചെയ്യണ്ടേ? മെക്കാനിക്കൽ അത്തരത്തിലേക്കുള്ള പല കാര്യങ്ങൾ. ഷിപ്പ് പോകുമ്പം അതിൻ്റെ ഒരു ഈ നാവിഗേഷൻ ഓഫീസറിനോട് കൂടെ അതിന് മറൈൻ എഞ്ചിനീയർ വേണം. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇതെല്ലാം ഇതിൻ്റെ ഇത്രയും വലിയ ഷിപ്പ്, നമ്മുടെ ബസ്സുകളും ബാക്കിയൊക്കെ നമ്മൾ ഇത്ര ഉപയോഗിച്ച് കഴിഞ്ഞ ശേഷം ഇത് നമ്മളതിനെ 15 വർഷം കഴിയുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ് പറയുന്നു ഇത് ഇനി കണ്ടം ചെയ്ത് കളയണം എന്ന് പറയുന്നത് മതി. ഷിപ്പിനും ഇത്തരത്തിലേക്ക് ഇത്രയും ഫെസിലിറ്റീസ് ഉള്ളൊരെണ്ണത്തിനെ റീസൈക്കിൾ ചെയ്തെടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ഡ്രൈ ഡോക്ക് എന്നൊക്കെ പറയത്തില്ലേ, അതിനും ഇതെല്ലാം അതിൻ്റെ ടെക്നിക്കൽ എഡ്യൂക്കേഷനിലേക്ക് വരും. 10ാം ക്ലാസ് കഴിഞ്ഞ് +2 കഴിയുന്ന കുട്ടികൾക്ക് ഈ പറയുന്ന എഡ്യൂക്കേഷനിലേക്ക് പോകാം. അതിൻ്റെ ജിയോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം ഞാൻ ടെക്നിക്കൽ സൈഡാണ് പറയുന്നത്. അതിൻ്റെ എൻജിനീയറിങ്ങിനുമായിട്ട് ബന്ധപ്പെട്ടത്, നാവിഗേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, ഷിപ്പ് റീസൈക്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട്, അതിൻ്റെ റേഡിയോ റൂം, ഇങ്ങനെ വിവിധ തലത്തിലുള്ള എഡ്യൂക്കേഷൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട്. ഇതിനെ ഒരു പരിധി വരെയും കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ വിദ്യാർത്ഥി സമൂഹം, നമ്മുടെ അധ്യാപകർ, ബാക്കി എല്ലാവരും മനസ്സിലാക്കണം, രക്ഷകർത്താക്കൾ മനസ്സിലാക്കണം. പലപ്പോഴും അബദ്ധത്തിലേക്ക് ചെന്ന് വീഴാതെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ്, DG ഷിപ്പിംഗ് എന്നാണ് അതിന് വിളിക്കുന്നത്. അത്തരത്തിലേക്കുള്ള വിദ്യാഭ്യാസത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ, ഒന്ന് ഈ മേഖലയിലെ എക്സ്പെർട്ടൈസും എക്സ്പീരിയൻസും, ChatGPTയും ഗൂഗിളും മാത്രമുള്ള അല്ലെങ്കിൽ അത്തരത്തിലേക്കുള്ള ഇൻഫർമേഷൻ അല്ലാതെ അതിൻ്റെ എക്സ്പെർട്ടൈസും എക്സ്പീരിയൻസുമായിട്ടുള്ള ആൾക്കാരുമായിട്ട് ഒന്ന് ചോദിച്ച് മനസ്സിലാക്കി തങ്ങൾ 10ാം ക്ലാസ് കഴിഞ്ഞ് അല്ലെങ്കിൽ +2 കഴിഞ്ഞിട്ട് അതിനകത്തിലേക്ക് പോകണം. അപ്പം അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്, നേച്ചർ ഓഫ് ജോബ്സ് എന്തൊക്കെയാണ്, കിട്ടുന്ന സാലറികൾ എന്തൊക്കെയാണ്. ബിക്കോസ് ഇതിന് ലൈസൻസ് ഒക്കെ ഇഷ്യൂ ചെയ്യപ്പെടുന്നത് ഗവൺമെൻറ് അതോറിറ്റികളാണ്. ഇപ്പം നാവിഗേഷന് പലയിടത്തും അല്ലാത്ത ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ കാണും. അബദ്ധത്തിൽ ചെന്ന് വീഴാതെ DG ഷിപ്പിങ്ങിൻ്റെ വെബ്സൈറ്റിൽ പോയാൽ the list of institutions or colleges or universities have the capability, അവർക്ക് കൃത്യമായ പൊട്ടൻഷ്യൽ കപ്പാസിറ്റി, ലീഗൽ കപ്പാസിറ്റി ഉള്ളവരുടെ ഡീറ്റെയിൽസ് അതിൽ തന്നിരിക്കും. അപ്പം അതനുസരിച്ച് അത് മനസ്സിലാക്കിയിട്ട് വേണം അത് ചെയ്യാൻ വേണ്ടി. ഒപ്പം തന്നെ ഇതിന് ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി ചെന്നൈയിലാണ് അതിൻ്റെ ഹെഡ് ഓഫീസ്. ഒപ്പം തന്നെ അവിടെ കാമ്പസ് കൊച്ചിയിലുണ്ട്, കൽക്കട്ട. അപ്പോൾ ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ പോയാൽ നോക്കിയാൽ ഇപ്പോൾ ഒരു 10ാം ക്ലാസ് കഴിഞ്ഞ അല്ലെ +2 കഴിഞ്ഞ കുട്ടിക്ക് അല്ലെ സയൻസ് വേണോ, അത് BSc നോട്ടിക്കൽ സയൻസിന് വേണമെങ്കിൽ എങ്ങനെയായിരിക്കും, അത് പിന്നെ ബാച്ചലർ ഓഫ് എഞ്ചിനീയറിംഗ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും, നേവൽ ആർക്കിടെക്ചറിനാണെങ്കിൽ എങ്ങനെയായിരിക്കും, ഓരോ സ്ട്രീമിനും നമ്മൾ BSc കെമിസ്ട്രി അല്ലെങ്കിൽ BCom എന്നിങ്ങനെ പറയുന്നതിനകത്ത് നമുക്ക് പറയുമല്ലോ ഇന്ന ക്വാളിഫിക്കേഷൻ വേണം എന്ന് പറയുന്ന തരത്തിൽ അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. DG ഷിപ്പിങ്ങിൻ്റെ വെബ്സൈറ്റിൽ തന്നെ പറയുന്നുണ്ട് ഇതിന് ഉള്ള കോളേജുകൾ. ഇപ്പോൾ ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി അല്ലാതെ നിരവധി കോളേജുകൾ ഇന്ത്യയിൽ തന്നെ, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഇതിൻ്റെ കോളേജുകൾ ഉണ്ട്. അപ്പം അതിനകത്ത് തന്നെ അതിൻ്റെ ഗ്രേഡും ബാക്കിയുള്ള കാര്യങ്ങളും അത് കോഴ്സിന് ചേരുന്നതിന് മുമ്പേ നമ്മുടെ നാട്ടിൽ തന്നെ പല കോളേജുകൾ ഒത്തിരിയുണ്ട്. അതിൻ്റെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ, എക്സ്പെർട്ടൈസ് ആൻഡ് എക്സ്പീരിയൻസ് ആൻഡ് പ്രൊഫഷണൽസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാനിത് പറയാൻ കാരണം നമ്മുടെ നാട്ടിൽ പറ്റുന്ന ഒരു ട്രാജഡി ഞാൻ കഴിഞ്ഞ ദിവസം മാരിടൈം ബോർഡിൻ്റെ ഒരു ആക്ടിനകത്തിലേക്ക് എടുത്തു വെച്ച് നോക്കിയപ്പോൾ എന്നെ ഞെട്ടിച്ചൊരു കാര്യം, അതിനകത്ത് പറയുക ഷിപ്പിങ്ങിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ വേണമെന്ന് നിർബന്ധമില്ല. സാധാരണയായിട്ട് പറയപ്പെടുന്നത് എക്സ്പീരിയൻസ് അല്ലെ എക്സ്പെർട്ടൈസ് ആൻഡ് അത്തരത്തിലേക്കുള്ള ആൾക്കാർ വേണം എന്നാണ് പറയാൻ മനസ്സിലായത്. അപ്പോൾ ഇതിനകത്തൊക്കെ അങ്ങനെയാണ് വന്നിരിക്കുന്നത്. എപ്പോഴും വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിട്ടുള്ള എക്സ്പെർട്ടൈസ്, ബിക്കോസ്
ഒരു നാവിഗേഷൻ ഓഫീസർ ഇവിടെ നിന്ന് പോകുന്നത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഷിപ്പ് ഓടിച്ചുകൊണ്ടാണ്. അതെ അതെ. ഓരോ രാജ്യത്തിൻ്റെയും കസ്റ്റംസ്, ഓരോ രാജ്യത്തിൻ്റെ എമിഗ്രേഷൻ എല്ലാം വ്യത്യസ്തമാണ്. അപ്പോൾ എപ്പോഴും അങ്ങനെ ചോദിച്ച് മനസ്സിലാക്കി DG ഷിപ്പിങ്ങിൻ്റെ വെബ്സൈറ്റ് ഫോളോ ചെയ്ത് IMO, അതായത് ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് ഫോളോ ചെയ്ത് ലിസ്റ്റിലുള്ളിടത്തേക്ക് വേണം അത് പോകാൻ. ഇതാണ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ. ഓക്കെ. നേവി, കോസ്റ്റ് ഗാർഡ് ഇതുമായിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് ഇന്ത്യൻ നേവി ആപ്ലിക്കേഷൻ കോൾ ഫോർ ചെയ്യുന്ന സമയത്ത്, അതായത് ഇപ്പം നമുക്കറിയാമല്ലോ അതിനകത്തിൽ എന്തൊക്കെയാണ് അവർ പറയും. 10ാം ക്ലാസ് കഴിഞ്ഞു അല്ലെ +2 കഴിഞ്ഞു, ടെക്നിക്കൽ ഡിവിഷനിലേക്കാണെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ, നോൺ ടെക്നിക്കൽ ആണെങ്കിൽ ഇങ്ങനെ, അതനുസരിച്ചിട്ട് അവരുടെ വെബ്സൈറ്റ്. ട്രേഡ് രംഗത്തേക്ക് വന്നാൽ അടുത്ത വേറൊന്നാണ് ട്രേഡ്, അല്ലെന്നുണ്ടെങ്കിൽ കൊമേഴ്സ്, അതുമായിട്ട് ബന്ധപ്പെട്ട് ലോജിസ്റ്റിക്സ്, സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്, എക്സ്പോർട്ട് ഇമ്പോർട്ട്, ഇതെല്ലാം കൊമേഴ്സ് കണക്റ്റഡ് ആണ്. ഏറ്റവും വാസ്റ്റായിട്ട് ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു മേഖലയും കൂടാണത്. കാരണം 95% ട്രേഡിൽ കൂടാണ് ഈ ലോകം നിലനിൽക്കുന്നത്. അതിന് പറയും, ഞങ്ങൾ പറയുന്നത് സപ്ലൈ ചെയിൻ മരിച്ചാൽ ലോകം മരിക്കും. അതെ, അതിന്റെ ഇപ്പം നമ്മൾ ഇപ്പോഴും ചർച്ച ചെയ്തോണ്ട് ഇപ്പോൾ ഹോർമൂസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇഷ്യൂ ഒക്കെ വന്നപ്പോൾ അബ്സല്യൂട്ട്ലി. അപ്പോൾ അവിടെ വരുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ലോജിസ്റ്റിക്സ്, എക്സ്പോർട്ട് ഇമ്പോർട്ട്, സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്, ഈ പറയുന്ന തരത്തിലേക്ക് പോകാൻ വേണ്ടി കൊമേഴ്സുകാർക്കും പറ്റും, ആർട്സുകാർക്കും പറ്റും, ഈ പറയുന്ന മറ്റ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഉള്ളവർക്കും വേണ്ടി പോകാൻ വേണ്ടി പറ്റും. അതിനും ഇപ്പം ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. കേരള യൂണിവേഴ്സിറ്റി ഉൾപ്പെടെയുള്ള ഇപ്പോൾ വിവിധ യൂണിവേഴ്സിറ്റികൾക്കകത്തിൽ അതിൻ്റെ ഗ്രാജുവേഷൻ പ്രോഗ്രാമും പോസ്റ്റ് ഗ്രാജുവേഷൻ പ്രോഗ്രാമും കൊടുക്കുന്നുണ്ട്. അവിടെയും കുട്ടികൾ ഈ പഠിക്കാൻ ചേരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന്, ഇപ്പോൾ ഇതിന് വിഴിഞ്ഞത്തിന് വലിയ ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ബ്ലൂ എക്കോണമിക് ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നുള്ള ഒരു പേരിൽ സ്റ്റേറ്റിൽ മൊത്തത്തിൽ കാണാവുന്ന ഒരു പ്രതിഭാസം, എവിടെ നോക്കിയാലും ലോജിസ്റ്റിക്സ്, സപ്ലൈ ചെയിൻ കോഴ്സുകൾ അനൗൺസ് ചെയ്യും. അവിടെയും കുട്ടികൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ രക്ഷകർത്താക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കോഴ്സിന് ചേരുന്നതിന് മുമ്പേ തന്നെ ഒന്ന് അതിൻ്റെ സിലബസ് മേടിച്ചിട്ട് കൃത്യമായിട്ട് അനലൈസ് ചെയ്യണം. വളരെ എക്സ്പെർട്ടൈസ് പലയിടത്തും ചെയ്തിരിക്കുന്നത്, ഒരു ഡിഗ്രിയുടെ കോഴ്സിനകത്ത് 2 പേപ്പർ വെച്ചിട്ട് ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ് കോഴ്സ്, അല്ല ഇൻ്റർനാഷണൽ ലോജിസ്റ്റിക്സ്, അല്ലെ എക്സ്പോർട്ട് ഇമ്പോർട്ട് എന്നൊക്കെ പറയും. അങ്ങനെ പോയി പഠിച്ചിട്ട് കാര്യമായിട്ട് ഇതിൽ ഒന്നും നേടാൻ പറ്റില്ല. രണ്ടാമതായിട്ട് ഉള്ളൊരു കാര്യം, ഇത്തരത്തിലേക്കുള്ള വിഷയങ്ങൾ പഠിപ്പിക്കുന്ന അധ്യാപകർ, അതായത് ഇപ്പം തന്നെ UGC തന്നെ പുതിയ നിയമം കൊണ്ടുവന്നിട്ടുണ്ട്, POP എന്ന് വിളിക്കും, പ്രൊഫസർ ഓഫ് പ്രാക്ടീസ്. എന്തിനാണ് അങ്ങനെ കൊണ്ടുവന്നതെന്ന് പറഞ്ഞതിന് യൂണിവേഴ്സിറ്റി കൊണ്ടുവന്നേക്കുന്നത്, അതായത് അക്കാഡമിക് ക്വാളിഫിക്കേഷൻ സഫിഷ്യൻ്റ് അല്ല ഇത്തരത്തിലേക്കുള്ള സബ്ജക്റ്റുകൾ പഠിപ്പിക്കാൻ വേണ്ടി. ഒരു ക്വാളിഫിക്കേഷനും ഇല്ലെങ്കിൽ പോലും അതാത് മേഖലയിലെ എക്സ്പെർട്ടൈസായിട്ട്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കടലിൻ്റെ തീരത്ത് നിൽക്കുന്ന 30 വർഷം കടലിൽ പോകുന്ന ഒരു ഫിഷർമാനിന് കടലിൻ്റെ നേച്ചറിനെ കുറിച്ച് അറിയുന്ന അദ്ദേഹം പറഞ്ഞു തരുന്ന ഒരു നോളജുണ്ട്. ആ നോളജ്, അതാണ് ഇപ്പോൾ ചീഫ് മിനിസ്റ്റർ തന്നെ എടുത്ത് അതിനെക്കുറിച്ച് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, അത്തരത്തിലുള്ള നോളജുകളെ നമ്മൾ അക്വയർ ചെയ്യുന്നുള്ളത്. അപ്പോൾ അത്തരത്തിലേക്കുള്ള നോളജിനെ നമുക്ക് അക്വയർ ചെയ്തുകൊണ്ട് കിട്ടുന്ന ഒരു പ്രൊഫഷണൽ ബോഡിയുടെ ആരായിരിക്കും ഞങ്ങളെ പഠിപ്പിക്കുന്നത്, എന്തായിരിക്കും ഞങ്ങൾക്ക് ഡെലിവർ ചെയ്യുന്നത്, അതുകൂടെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ അത്തരത്തിലേക്ക് പോകാൻ വേണ്ടി. അടുത്ത വീണയുടെയൊക്കെ തന്നെ പ്രധാനപ്പെട്ട സബ്ജക്റ്റാണ് ജേർണലിസവും ലോയും. സർ, അതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കോളർ കുറച്ച് സമയമായിട്ട് വെയിറ്റ് ചെയ്യണം. ഹലോ ഹലോ, കേരള കണക്ട്, ആരാണ്? എന്റെ പേര് വിനോദ് എന്നാണ്. എവിടുന്ന് വിളിക്കുന്നു? കൊല്ലത്തുനിന്ന് വിളിക്കാം. തുറമുഖ രംഗത്തെ തൊഴിൽ സാധ്യതകളെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. നമ്മള് നാണു വിശ്വനാഥൻ സാറിന്റെ സംസാരിക്കാം. സാറേ, നമുക്കിപ്പോ ഈ വിഴിഞ്ഞം പോർട്ടൊക്കെ വന്നതിന് പിന്നാലെ നമുക്കിപ്പം ഈ ലോജിസ്റ്റിക് മാനേജ്മെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കോഴ്സുകൾ ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പൊ ശരിക്കും ഈ സർക്കാർ തലത്തിൽ അതിന് ഏത് കോഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഏത് കോഴ്സ് പഠിച്ചാലും അതിന് ജോലി സാധ്യതയുണ്ട്, നമുക്കത് എങ്ങനെ ജെന്യുവൻ ആയിട്ടുള്ള കേന്ദ്രങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റും, എന്തെങ്കിലും മാനദണ്ഡങ്ങളുണ്ടോ, എന്താണ് അതിന്റെ ബേസിക് യോഗ്യത, വിശദമാക്കാം സാറേ. ഓക്കെ, വളരെ നല്ലൊരു ചോദ്യമാണ്, എനിക്കത് മനസ്സിലായി. അതായത് സർ, അതായത് ഈ വിഴിഞ്ഞം മാത്രമല്ല, അതായത് മാരിടൈം, ലോജിസ്റ്റിക്സ്, സപ്ലൈ ചെയിൻ, പോർട്ട് മാനേജ്മെൻറ്റ്, കസ്റ്റംസ്, മാരിടൈം, ഇതെല്ലാം യൂണിവേഴ്സലി ഈ ലോകം മൊത്തത്തിലും ഏകദേശം ഒരുപോലെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു സബ്ജക്റ്റാണ്. അപ്പം ആ സബ്ജക്റ്റിനകത്തിലേക്ക്, ലോജിസ്റ്റിക്സിനകത്തിലേക്ക് എന്ന് പറയുന്നത്, സപ്ലൈ ചെയിൻ എന്ന് പറയുന്നത് അതിലെ ഒരു സ്ട്രീം എന്ന നിലയ്ക്ക് ഏറ്റവും അധികം ഓപ്പർച്യൂണിറ്റി ഉള്ളതാണ്. അപ്പം നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലേക്കുള്ള കോഴ്സുകൾ ധാരാളം ഉണ്ട്. രക്ഷകർത്താവ് എന്ന നിലയ്ക്ക് ആ കോഴ്സിന് മോനെ ചേർക്കുന്നതിന് മുമ്പേ ഞാൻ ഈ പറഞ്ഞ ഇത് മാത്രമാണ്. ഇപ്പോൾ ഞാൻ എല്ലാവരോടും പറയുന്ന ഒരു കാര്യം ഇതാണ്,
എവിടെയാണോ മകനെ പഠിപ്പിക്കാൻ വേണ്ടി വിടുന്നത്, അല്ലെങ്കിൽ മകനെ ഒരു കോളേജോ ഇൻസ്റ്റിറ്റ്യൂട്ടോ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പേ കാരണം ഇന്ന് എല്ലാം ഒരു കച്ചവടത്തിൻ്റെ ലോകത്തോടാണ് പോകുന്നത്. വിദ്യാഭ്യാസവും അത്ര വലിയൊരു കച്ചവടത്തിൻ്റെ മേഖലയായി മാറുന്നു. അപ്പോൾ അവിടുത്തെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അനുസരിച്ച് ആ സ്ട്രാറ്റജി ആരെയും അട്രാക്റ്റ് ചെയ്യുന്ന തരത്തിലേക്കാണ് അതിനെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അതിൻ്റെ മാർക്കറ്റ് സ്ട്രാറ്റജിയുടെ ഇന്നൊവേഷൻ നടത്തുന്നവർ അത്തരത്തിലാണ് ചെയ്തിരിക്കുന്നത്. നമ്മളുടെ രക്ഷകർത്താവ് എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ ആ പഠിക്കുന്ന വിദ്യാർത്ഥി എന്ന നിലയ്ക്ക്, ഞാൻ മുമ്പേ പറഞ്ഞ മാതിരി നമ്മൾ ആ പഠിക്കാൻ ചേരുന്നതിന് മുമ്പേ എന്നെ പഠിപ്പിക്കുന്ന സിലബസ് എന്തൊക്കെയാണ്, പഠിപ്പിക്കുന്നവർ ആരാണ്, പഠിപ്പിക്കുന്നവരുടെ ബാക്ക്ഗ്രൗണ്ട്. കാരണം പണ്ടത്തെ കൂട്ട് അല്ല, നമുക്കിപ്പം എക്സ്പീരിയൻസും നോളജും ഒക്കെ ഷെയർ ചെയ്യണം. ബാക്കിയുള്ള എല്ലാ കാര്യം നമുക്ക് ഗൂഗിളിൽ പോയാലും നെറ്റിൽ പോയാലും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് വേണം. നമ്മളെ ഒരു ജോലി ഒരു മാർക്കറ്റിന് വേണ്ടത്, ഒരു ഗ്ലോബൽ ബിസിനസ് മാർക്കറ്റിന് വേണ്ടത് ക്വാളിറ്റി ആയിട്ട് വർക്കുകൾ ചെയ്യാൻ പറ്റുന്ന മാൻ പവറിനെയാണ് വേണ്ടത്. അതിനാണ് അവർ നമുക്ക് സാലറി തരുന്നത്. അപ്പം അത്തരത്തിലേക്ക് നമ്മുടെ മകനെ തയ്യാറാക്കിയെടുക്കാൻ, അത് ഏത് രക്ഷകർത്താവായാലും എൻ്റെ കുട്ടിയായാലും ആ തരത്തിൽ തയ്യാറെടുക്കത്തക്ക തരത്തിലേക്കുള്ള ഒരു സ്ഥാപനമാണോ അല്ലെ വ്യക്തിയാണോ ആ ക്ലാസ് തരുന്നത് എന്നുള്ളൊരു അഷ്വർ ചെയ്യുക. അതല്ലാതെ എനിക്ക് കേരളത്തിലെ മൊത്തത്തിലെ ഇൻസ്റ്റിറ്റ്യൂട്ടിലും കോളേജിലും ഏതെങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യത്തിനകത്തിലേക്ക് പറയാൻ കഴിയത്തില്ല. പക്ഷേ ഇപ്പം നമ്മൾ അതിനുവേണ്ടി വളരെ ശക്തമായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഈ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ, അതിൻ്റെ പ്രൊഫഷണലിസം, ഗ്ലോബൽ മാർക്കറ്റ് എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത് അതിനനുസരിച്ച് ഈ സമൂഹത്തെ അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ തയ്യാറാക്കണം. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ബ്രെയിൻ ട്രെയിൻ, അതായത് നമ്മുടെ എത്ര കുഞ്ഞുങ്ങളാണ് വിദേശത്തേക്ക് പോകുന്നത്, അതിനേക്കാൾ ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഇവിടെ കൊടുക്കണം എന്നുള്ള തരത്തിലേക്ക് ഉള്ള ആവശ്യത്തിൽ നമ്മൾ മുന്നോട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതാണ് എനിക്ക് അതിനകത്ത് പറയാനുള്ളത്. പിന്നീട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്പർ എടുത്തിട്ട് സാർ വിളിച്ചാൽ മതി, ഞാൻ അതിനെക്കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു തരാം. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ് സർ. നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുക്കാനുള്ള സമയമായിരിക്കുകയാണ്. കേരള കണക്റ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തുറമുഖ രംഗത്തെ തൊഴിൽ സാധ്യതകൾ എന്ന വിഷയമാണ്. നമ്മളോടൊപ്പം ഉള്ളത് എക്സ്പേർട്ടായിട്ടുള്ള നാണു വിശ്വനാഥൻ സാറാണ്. ഒരു ബ്രേക്കിന് ശേഷം വീണ്ടും കാണാം. വെൽക്കം ബാക്ക് ടു കേരള കണക്ട് വൺസ് അഗൈൻ. തുറമുഖ രംഗത്തെ തൊഴിൽ സാധ്യതകളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അന്താരാഷ്ട്ര മാരിടൈം വിദഗ്ധനായിട്ടുള്ള ശ്രീ നാണു വിശ്വനാഥൻ സാറാണ് നമുക്ക് ഗസ്റ്റായിട്ടുള്ളത്. പ്രേക്ഷകർക്ക് ലൈവായി ഫോൺ ചെയ്ത് അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിക്കാം. വാട്സാപ്പിലൂടെ നിങ്ങളുടെ ചോദ്യങ്ങൾ ചോദിച്ച് ഉത്തരങ്ങൾ അറിയാവുന്നതാണ്. അപ്പോൾ കൂടുതൽ ചോദ്യങ്ങളിലേക്ക് സാർ, അടുത്ത എൻ്റെ ക്വസ്റ്റ്യനിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു വാട്സാപ്പിൽ വന്നിട്ടുള്ള ഒരു ചോദ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. എൻ്റെ വീട് നെയ്യാറ്റിൻകരയാണ്, പേര് സജി. എനിക്ക് വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാതെ വിഴിഞ്ഞം പോർട്ടിൽ ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും ബിസിനസ് ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹലോ ഡിയർ സജി, ഗുഡ് ഈവനിങ്. സജി നെയ്യാറ്റിൻകരക്കാരനാണ്. നെയ്യാറ്റിൻകരയിലുള്ള ഒരാളാണ്. ഒരു പക്ഷെങ്കിൽ ഇന്ത്യൻ ഷിപ്പിംഗ് രംഗത്ത് ഏറ്റവും പ്രത്യേകിച്ചും NVOCC ബിസിനസ്സിലെ UAE മുന്നിൽ നിൽക്കുന്നത് നിങ്ങളുടെ നാട്ടുകാരനാണ്. അതങ്ങനെ ഒരു സന്തോഷ വാർത്തകളുണ്ട് ഈ കൂട്ടത്തിൽ. എന്നാലും ഞാൻ അതിനെക്കുറിച്ച് പറയാം. വിഴിഞ്ഞം തുറമുഖവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ 2 ബർത്താണ് ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ അവിടെ ട്രാൻസ്ഷിപ്മെൻറ്റ് ബിസിനസ് മാത്രമാണ് നടക്കുന്നത്. അപ്പം ഇനിയിപ്പോൾ അവിടത്തേക്ക് എക്സിം ട്രേഡ് വളരെ, എന്താ വെച്ചാൽ എക്സ്പോർട്ടും പോർട്ടും ഓപ്പൺ ആകുമ്പോഴാണ് ഒരു പോർട്ടിൻ്റെ പ്രവർത്തനം ഒരു പരിധി വരെയെങ്കിലും ലൈവ് ആകുന്നത്. അപ്പോൾ ആ എക്സിം ട്രേഡൂടെ നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ മാത്രമാണ് നമുക്ക് അവിടെ എത്ര വെസൽ വരും, അതിനനുസരിച്ച് മാത്രമേ നമുക്കിതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് വിഴിഞ്ഞം തുറമുഖവുമായിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച്, ഒരു പോർട്ട് ഡെവലപ്പ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, ഹാർബർ ഡെവലപ്പ് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തെക്കുറിച്ച് എനിക്ക് പറയാൻ പറ്റും. വിഴിഞ്ഞം തുറമുഖം ഡെവലപ്പ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്തെല്ലാം വിഴിഞ്ഞം തുറമുഖമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ പറയണമെങ്കിൽ, ബിക്കോസ് ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന എനിക്ക് ഒരു ലേമാൻ പറയുന്ന മാതിരി പറയാൻ പറ്റത്തില്ല. ആദ്യം അദാനി പോർട്ട് അതോറിറ്റി പറയണം, ഞങ്ങളുടെ അടുത്ത 3 വർഷത്തേക്ക് 5 വർഷത്തേക്കുള്ള ഞങ്ങളുടെ പദ്ധതികൾ ഇന്നതൊക്കെയാണ്, ഇന്ന തരത്തിലുള്ള വെസലുകൾ ഇവിടെ വരും, ഇന്ന തരത്തിലേക്കുള്ള ബിസിനസ്സുകൾ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പം പോർട്ടിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറും അത് കൺസ്ട്രക്റ്റ് ചെയ്ത് മുന്നോട്ട് വെക്കുന്ന ആൾക്കാരാണ് അതിൻ്റെ ഒരു കാര്യം പറയേണ്ടത്. ഇന്ന കാര്യങ്ങളാണ്.
അടുത്തത് പോർട്ടിൻ്റെ ഇതേ തരത്തിലുള്ള അതോറിറ്റിയാണ് വിസിൽ, വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് അതോറിറ്റി. വിസിലാണ് അതിൻ്റെ മറ്റ് കാര്യങ്ങൾ പറയണം. അവരാണ് പബ്ലിക്കിനോട് പറയേണ്ടത്, ജനങ്ങളെ നിങ്ങൾ ഇങ്ങനെ തയ്യാറാവൂ, വിദ്യാർത്ഥികളെ നിങ്ങൾ ഇങ്ങനെ പഠിക്കൂ, അതല്ലെങ്കിൽ ബിസിനസ് സമൂഹമേ നിങ്ങൾ ഇങ്ങനെ ചെയ്യൂ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒരു സ്റ്റേറ്റിനോട് പറയേണ്ടത്, അല്ലെങ്കിൽ സ്റ്റേറ്റിലെ ജനങ്ങളെ തയ്യാറാക്കേണ്ടത് ഈ പറയുന്ന അദാനി പോർട്ടും വിഴിഞ്ഞം അതോറിറ്റിയാണ്. അപ്പോൾ അവർ പറയുമ്പോഴേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ഒരു ഇൻവെസ്റ്റർ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള കാര്യം പറയാൻ പറ്റും. പൊതുവായിട്ട് ഒരു പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് തൊടുന്നതെല്ലാം ബിസിനസ്സും ജോലിയുക, അതാണ് അതിൻ്റെ പ്രത്യേകത. അത് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ പിന്നെ സജി പറഞ്ഞ മാതിരി അവിടുത്തെ 4 പഞ്ചായത്ത്, ആ 4 പഞ്ചായത്ത് ചേർന്നുകൊണ്ട് അല്ലെങ്കിൽ അവിടുത്തെ 4 പഞ്ചായത്തിലെ സമൂഹത്തെ കൺസോൾഡേറ്റ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ വാല്യൂ ആഡഡ് പ്രോഡക്റ്റ് ഉണ്ടാക്കുകയോ ചെയ്യുന്നു. അതിനെ ലോകരാജ്യത്തിന് ഡിമാൻഡ് അതിൻ്റെ ഫോർകാസ്റ്റ് ചെയ്ത് മനസ്സിലാക്കി കൃത്യമായിട്ട് ഇവിടെ ഷിപ്പുകൾ വരുമ്പോൾ അവിടത്തേക്ക് നമുക്ക് ലോജിസ്റ്റിക്സ് കോസ്റ്റ് കുറച്ച് നമുക്ക് എത്തിക്കാൻ പറ്റുവാണെങ്കിൽ അത് ആ സമൂഹത്തിൽ ചെയ്യാവുന്ന വലിയൊരു ബിസിനസ്സാണ്. മറ്റൊരു എക്സാമ്പിൾ ഞാൻ പറയാം, ഒരു സിമ്പിൾ. ഈ പറയുന്ന മൾട്ടി മോഡൽ ട്രാൻസ്പോർട്ടേഷൻ, എയർപോർട്ടായാലും സീപോർട്ടായാലും, ഇപ്പോൾ വെള്ളായണി കാർഷിക കോളേജുണ്ട്. ആ കാർഷിക കോളേജുമായിട്ട് ഇപ്പം ഞാനായിരുന്നു പോർട്ട് 10 വർഷത്തിന് മുമ്പേ പ്ലാൻ ചെയ്തെങ്കിൽ ഞാനിങ്ങനെ ചെയ്യത്തുള്ളൂ. വെള്ളായണി കാർഷിക കോളേജുണ്ട്. വെള്ളായണി കാർഷിക കോളേജിലെ BSc MSc അഗ്രികൾച്ചർ കഴിയുന്ന കുട്ടികൾ, PhD എടുത്തവർ, അധ്യാപകർ, ബാക്കിയുള്ളവരുണ്ട്. അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ നല്ലവണ്ണമുള്ള ഒരു സ്ഥലമാണ് അവിടുത്തെ. അവിടെ വിവിധ തരത്തിലുള്ള വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, മറ്റ് തരത്തിലുള്ള പ്രോഡക്റ്റുകളെ അതിൻ്റെ പ്രോസസ്സ് ചെയ്തു അതിനെ ബാക്കിയുള്ള കാര്യത്തിനകത്തിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തിരുവനന്തപുരം എയർപോർട്ടിലേക്ക്, ഇപ്പോൾ പലരും ചെയ്യുന്നുണ്ട്, തിരുവനന്തപുരം എയർപോർട്ടിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു 10 മാങ്ങയ്ക്ക് 100 രൂപയാണ് കിട്ടുന്നത് എങ്കിൽ, അല്ലെ 10 ചക്കച്ചുളയ്ക്ക് നമ്മുടെ നാട്ടിൽ 10 രൂപയാണ് കിട്ടുന്നതെങ്കിൽ അത് UAE മാർക്കറ്റിലെത്തുമ്പോൾ ഒരുപക്ഷെ 25 ദർഹമാവും. ആ 25 ദർഹം എന്ന് പറയുന്നത്, ഒരു ദർഹം എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 25 രൂപ വെച്ചെടുക്കുമ്പം 625 രൂപയായിട്ട് മാറും. സോ ഒരു പോർട്ട് നമ്മൾ വരുമ്പോൾ പോർട്ടുമായിട്ട് കണക്ട് ചെയ്തിട്ട് വരുന്ന റോഡ് ട്രാൻസ്പോർട്ടേഷനും റെയിലും എയർ ട്രാൻസ്പോർട്ടേഷനൂടെ കണക്ട് ചെയ്ത് മൾട്ടിപ്പിൾ തരത്തിലേക്കുള്ള ബിസിനസ് നമുക്ക് ചെയ്യാം. കാർഗോ സൂക്ഷിക്കാൻ നമുക്ക് സ്ഥലം വേണം, ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണം. അപ്പം ഒരു ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പം ഫോർ എക്സാമ്പിൾ നമുക്ക് പോർട്ടിൽ നിന്നും കണ്ടെയ്നർ പുറത്തേക്ക് വേണമെങ്കിൽ ട്രക്ക് വേണം. ട്രക്കിൻ്റെ പുറവശത്തേക്ക് നമുക്ക് കണക്ട് ചെയ്ത് ആ കണ്ടെയ്നർ വെക്കുന്ന ട്രെയിലർ വേണം. ട്രെയിലറിന് കൊടുക്കാൻ ടയേഴ്സ് വേണം. ട്രക്കുകൾക്കും ട്രെയിലറുകൾക്കും ബാക്കിയുള്ളതിനകത്തിലേക്ക് ഏതെങ്കിലും തരത്തിലേക്കുള്ള പ്രോബ്ലം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് റിപ്പയർ ചെയ്യാൻ വർക്ക്ഷോപ്പുകൾ വേണം. കണ്ടെയ്നറുകളും ബാക്കി വെക്കുന്ന ടിസ്റ്റിലോക്കും അതിന് മുകളിലേക്കുള്ള, അതായത് ട്രെയിലറിൻ്റെ മുകളിൽ നമ്മൾ പ്ലാറ്റ്ഫോം ഉണ്ടാക്കണം, ലോറിക്ക് പ്ലാറ്റ്ഫോം ഉണ്ടാക്കുന്ന മതി. അപ്പം ട്രാൻസ്പോർട്ടേഷനകത്തിൽ അത്തരത്തിലേക്ക് വരും. ഇത് മുന്നോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞതിന് ശേഷം ഈ കണ്ടെയ്നറുകൾ പോർട്ടിൽ നിന്നും നമുക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ വെയർ ഹൗസിലേക്ക് കൊണ്ടുവന്നാൽ ഇത് അൺലോഡ് ചെയ്യാൻ സ്റ്റാഫ് വേണം. അതിന് ആവശ്യമായിട്ടുള്ള ഫോർക്ക് ലിഫ്റ്റ് അല്ലെ എല്ലാം നമുക്ക് കൈകൊണ്ട് പറ്റത്തില്ല. അതിന് ആവശ്യമായിട്ടുള്ള ഫോർക്ക് ലിഫ്റ്റ് അല്ലെങ്കിൽ പിന്നെ ലോഡിങ് അൺലോഡിങ് എക്യുപ്മെൻറ്റ്സ് വേണം. അത് കോൾഡ് സ്റ്റോറേജിലേക്ക് വെക്കപ്പെടേണ്ട പെരിഷബിൾ കാർഗോ ആണെന്നുണ്ടെങ്കിൽ അതിനാവശ്യം, അല്ലെങ്കിൽ ഡേഞ്ചറസ് ഗുഡ്സ് ആണെങ്കിൽ ആ പറയുന്ന ഇൻ്റർനാഷണൽ മാരിടൈം ഡേഞ്ചറസ് ഗുഡ്സിൻ്റെ പോളിസി. അപ്പം ഇങ്ങനെ ആ അനന്തമായ സാധ്യതകളുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇപ്പോൾ എൻ്റെ കാഴ്ചപ്പാടിൽ നോക്കിയാൽ ഞാനും തന്നെ വിഷമിച്ചിരിക്കുകയാണ്. 2015 ഈ പറയുന്ന നമ്മൾ പോർട്ടിൻ്റെ ഫസ്റ്റ് സ്റ്റോൺ ഇട്ട് ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം 10 വർഷത്തോളം നമ്മൾ പിന്നിടുന്നു. ഈ പറയുന്ന 10 വർഷം നമ്മൾ പിന്നിടുമ്പോൾ, ഇപ്പോൾ ഒരു ദിവസം കൊണ്ട് നമുക്കെല്ലാം ചെയ്തെടുക്കാൻ പറ്റുമെന്നല്ല പറയുന്നത്, പക്ഷേ നമ്മുടെ സമൂഹത്തിന് ഇപ്പോഴും ഒരു കൃത്യമായ ധാരണയില്ല. വിദ്യാർത്ഥികൾ, അതുകൊണ്ടാണല്ലോ ഈ ചോദ്യങ്ങൾ, വിദ്യാർത്ഥികൾക്ക് നമ്മൾ എന്ത് പഠിക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ ഭാവിയിൽ വിഴിഞ്ഞം അതോറിറ്റി പറയണം, വേണ്ടേ ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ്. ഈ തിരുവനന്തപുരത്തുള്ള നിങ്ങൾ സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രി ഇങ്ങനെ പ്രിപ്പയർ ചെയ്യും, ഇപ്പോൾ ലാർജ് സ്കെയിൽ ഇങ്ങനെ ചെയ്യും, ടൂറിസം ഇങ്ങനെ ചെയ്യും. ഇത് അല്ലാതെ എനിക്ക് വിഴിഞ്ഞം തുറമുഖവുമായിട്ട് ബന്ധപ്പെട്ട്, കാരണം ഓരോ ബിസിനസ്മാനും ഓരോരുത്തരുടെയും ഹാർഡ് ഏൺ മണിയാണ് അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അത് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ള കാര്യം നമ്മുടെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഈ ആകാശത്തിൻ്റെ കീഴിൽ എന്തൊക്കെ ചെയ്യാമെന്ന് ചോദിച്ചാൽ ഞാൻ പറയാം, എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം. പക്ഷേ വിഴിഞ്ഞത്തിന് വേണ്ടി സ്പെസിഫിക്കായിട്ട് ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തെക്കുറിച്ച് എനിക്ക് പറയാനറിയാം. പക്ഷേ അത് പറയണമെങ്കിൽ വിഴിഞ്ഞം പോർട്ട് അതോറിറ്റിയും
ഇവിടുത്തെ ഗവൺമെൻറ് അതോറിറ്റിയും അതല്ലെങ്കിൽ അതേ തരത്തിൽ കൺസേൺഡ് അതോറിറ്റീസ് ആദ്യം മുന്നോട്ട് പറയണം, ഇതാണ് നെക്സ്റ്റ് 5 year അവർ പ്ലാൻ, ദെൻ ഐ ക്യാൻ കണക്ട് വിത്ത് ദിസ്. സാർ, ഇപ്പോൾ പല ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം സാറ് പറഞ്ഞ കാര്യങ്ങളെന്ന് പറയുന്നത് ഒരു ലാർജ് സ്കെയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ട പല മേഖലകളുമാണ്. ഇതല്ലാതെ ഈ ചെറിയ മനുഷ്യർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരു ചോദ്യമുണ്ട്. പറയാം. ഇപ്പം ഒരു എക്സാമ്പിൾ, ഈ ഒരു ജസ്റ്റ് എക്സാമ്പിൾ, കണ്ടെയ്നർ നമ്മൾ സ്റ്റഫ് ചെയ്യത്തില്ലേ, അതായത് കണ്ടെയ്നറിനകത്ത് കാർഗോ ലോഡ് ചെയ്യുന്നതിനെയാണ് സ്റ്റഫ് ചെയ്യുക എന്ന് പറയുന്നത്. അതെ, ഇത് സ്റ്റഫ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം നമുക്കറിയാമല്ലോ, നമ്മുടെ റോഡിൽ കൂടെ ഒരു കണ്ടെയ്നർ പോർട്ടിലെത്തണം എങ്കിൽ റോഡ് വരുമ്പോൾ റൗണ്ട് അബൌട്ട് ഉണ്ട്, ചിലടത്ത് വരുമ്പോൾ 90 ഡിഗ്രിയിലേക്ക് ട്രക്ക് ഇങ്ങനെ തിരിയണം. അപ്പോൾ ഈ കാർഗോ ഇത് കഴിഞ്ഞതിന് ശേഷം ഇത് പോർട്ടിലേക്ക് എത്തിക്കണം. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ക്രെയിനെ ലിഫ്റ്റ് ചെയ്തിട്ടാണ് ഇത് പോർട്ടിൽ വെക്കുന്നത്. പിന്നെ അതിൻ്റെ ഇൻസ്പെക്ഷൻ ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇത് ഷിപ്പ്. അപ്പം ഇത് പോകുമ്പോൾ ഈ കാർഗോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മൂവ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഇത് കൃത്യമായിട്ട് കെട്ടി ഉറപ്പിക്കണം. ലാഷി മെറ്റീരിയൽ അതായത് ലാഷി എന്ന് വെച്ചാൽ കെട്ടുക എന്നുള്ളത്, നമ്മുടെ കയറ്, റബ്ബർ ഉൽപ്പന്നങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യത്തിനകത്ത് ഞാൻ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി, ഇത് വേറെ 100 കണക്കിന് ഇത് കാര്യം എൻ്റെ ഉണ്ട്, ഞാനെങ്കിൽ പോലും പറഞ്ഞത് ലാഷി മെറ്റീരിയൽ. അപ്പം അതൊരു നമുക്ക് വേണമെങ്കിൽ ചെയ്തു കൊടുക്കാവുന്ന ഒരു ബിസിനസ് അല്ലേ. ഇതിപ്പോൾ കയറ് കൊണ്ടാണ് ഇത് ലാഷ് ചെയ്യാൻ. അത് ഇവിടത്തേക്ക് മാത്രമല്ല, ലോകത്ത് മൊത്തവും ഈ പറയുന്ന 95% കാർഗോ ഈ പറയുന്ന പോർട്ടുകളിൽ കൂടെ, കണ്ടെയ്നറുകൾ കൂടെയും ബ്രേക്ക് ബൾക്ക് കൂടെ അല്ലേ പോകുന്നത്. അപ്പോൾ ഇത് ലാഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ്, അതിന് ബെൽറ്റ് വേണം, ചെയിൻ വേണം, അത്തരത്തിൽ ഇത് പലയിടത്തും കിട്ടുന്നതുമാണ്. നമുക്കത് ഈ കോസ്റ്റ് കുറച്ചിട്ട് കിട്ടാൻ വേണ്ടി പറ്റുവാണെങ്കിൽ തെങ്ങിൻ്റെ നാളികേരത്തിൻ്റെയും ചകിരിയുടെയും ബാക്കിയുള്ള കയറുൽപ്പന്നത്തിൻ്റെ ഒരു നാടല്ലേ. റബ്ബർ നമ്മളെ സംബന്ധിച്ചിടത്തപ്പോൾ തന്നെ ഷിപ്പുകൾ വന്ന് അടുക്കുന്നു. ഈ ഷിപ്പുകൾ വന്ന് ബർത്തിൽ വന്ന് അടുക്കുന്ന സമയത്ത് ഇത് ഷിപ്പേ വന്ന് ഈ സിമെൻറ്റിൽ വന്നിട്ട് അല്ലെങ്കിൽ ആ കോൺക്രീറ്റേ വന്ന് ഇടിച്ചാൽ ഇത് പിന്നെ സ്ക്രാച്ച് ഉണ്ടാവും. നമുക്ക് അവിടെ റബ്ബറിൻ്റെ നല്ല ബീം, അതിന് ഞങ്ങൾ ഫെൻഡർ എന്നാണ് വിളിക്കുന്നത്. നമുക്ക് അപ്പോൾ റബ്ബർ ബോർഡുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും. അടുത്ത വേറൊരു എക്സാമ്പിൾ, ഈ കണ്ടെയ്നർ നമ്മൾ ലോഡ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഇത് ലോക്ക് ചെയ്യണം. നമ്മൾ വെറുതെ താക്കോലിട്ട് പൂട്ടുകയല്ല, കണ്ടെയ്നർ സീല്. അപ്പം നാം ബിസിനസ് പ്ലാൻ ചെയ്യുമ്പോൾ എപ്പോഴും മനസ്സിൽ ഒരു കാര്യം വേണം, നമ്മൾ തിരുവനന്തപുരത്തേക്ക് മാത്രമായിട്ടല്ല ഈ ബിസിനസ് പ്ലാൻ ചെയ്തത്. നമ്മൾ വിഴിഞ്ഞെന്ന് തന്നെ പറയുമ്പം പറയത്തില്ല, അതായത് ലോകത്തിലേക്കുള്ള കവാടമാണ് വിഴിഞ്ഞം തുറക്കപ്പെടുന്നത്, ഇന്ത്യയുടെ ലോകത്തിലേക്കുള്ള കവാടം. അപ്പം നമ്മുടെ മനസ്സിൽ ബിസിനസ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ സീലിൻ്റെ ബിസിനസ് നമുക്ക് തുടങ്ങാം. അല്ലെങ്കിൽ ഇനിയിപ്പോൾ കൊച്ചൊരാൾ, എനിക്ക് സ്ക്രീൻ പ്രിൻറ്റിങ് അല്ലെ പ്രിൻ്ററാണ്, ഈ കണ്ടെയ്നർ നമ്മൾ കൊണ്ടുപോകുന്ന സമയത്തെ ഇപ്പോൾ ചിലത് ഗ്ലാസ് ആയിരിക്കും, പൊട്ടിപ്പോകുന്നതായിരിക്കും, അതല്ലെങ്കിൽ ചില ഡേഞ്ചറസ് ഗുഡ്സ് ആയിരിക്കും. നമുക്കതിൽ ഒരു പോസ്റ്റർ ഒട്ടിക്കണം, അല്ലെ സ്റ്റിക്കർ ചെയ്യണം. ഞാനത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ പറയുന്നത്. ഡേഞ്ചറസ്, ഹാൻഡിൽ വിത്ത് കെയർ, കാർഗോ സോ ആൻഡ് സോ, അതിൻ്റെ ഡിസ്ക്രിപ്ഷനും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും കൊടുക്കണം. നാം ഒരു കണ്ടെയ്നറെ മാത്രമായിരിക്കരുത് മനസ്സിൽ കാണേണ്ടത്, എന്തുമാത്രം കണ്ടെയ്നർ അത്തരത്തിലേക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം പോകുന്നത് ഉണ്ട്. ഈ കണ്ടെയ്നറിൻ്റെ പുറവശത്ത് നമ്മൾ വെക്കുന്ന ട്രെയിലർ, അതിന് ട്രെയിലർ ചാസി എന്നൊക്കെ പറയും. ട്രെയിലർ എന്ന് വെച്ചാൽ നമ്മുടെ ലോറിയുടെ പുറവശത്തെ പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ, ഈ ട്രെയിലർ 2 ഇരുമ്പിൻ്റെ ബീമും, നമ്മൾ വലിയ വീടുകളൊക്കെ വെക്കുന്നവരല്ലേ, ബീമും അതിനാവശ്യമായിട്ടുള്ള നട്ടും ബോൾട്ടും ജാക്കും വെൽഡിങ്ങും ബാക്കിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു ട്രെയിലർ യൂണിറ്റ് ചെയ്തുകൂടെ ഈ പറയുന്നത്. അപ്പം ഇത് ഞാൻ ഈ കരയിൽ അവിടുത്തെ വളരെ ഇത്തരത്തിലേക്ക് നമുക്ക് കൊച്ചു കൊച്ചു ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടും പിന്നെ ഒരു പ്രദേശം കൺസോൾഡേറ്റ് ചെയ്തുകൊണ്ട് ചെയ്യപ്പെടാവുന്ന നിരവധി തരത്തിലേക്കുള്ള, അപ്പം ഇനി അടുത്തത് ഇവിടുത്തെ ഇത് എങ്ങനെയാണ് വിഴിഞ്ഞം പോർട്ട് അല്ലെങ്കിൽ കേരളത്തിലെ മറ്റ് പോർട്ടുകളുമായിട്ട് ബന്ധപ്പെട്ട ഓപ്പറേഷൻസ്. ഇത് വിഴിഞ്ഞം മാത്രമായിട്ട് നിങ്ങൾ നോക്കരുത്. കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിൻ്റെ കീഴിലുള്ള, അതായത് കൊച്ചിൻ ഷിപ്പ് യാർഡ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷിപ്പ് യാർഡായിട്ട് ഏറ്റവും വലിയ ബിസിനസ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പം ലോകത്ത് നിർമ്മിക്കുന്ന ഷിപ്പിൻ്റെ 1% ഉള്ളൂ ഇന്ത്യ. 2047 നമ്മുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ലോകത്തിലെ 5 രാജ്യങ്ങൾക്കകത്തിൽ ഒന്നാക്കണം എന്നുള്ളതാണ്. ഷിപ്പ് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് എന്തുമാത്രം ഓപ്പർച്യൂണിറ്റീസ്, ഒരു സ്മാൾ കമ്പോണൻസ് ഉണ്ടാകുന്നത് തൊട്ട് തന്നെ നമ്മുടെ കോളേജുകളിൽ കമ്പോണൻസുകൾ ഉണ്ടാക്കുന്ന തരത്തിലേക്ക് നാം എഞ്ചിനീയറിംഗ് കോളേജിലും ബാക്കിയൊക്കെ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കൊച്ചു നട്ടും ബോൾട്ടും മാത്രമായാൽ ഒരു വ്യവസായമായിട്ടില്ല. അപ്പം നമ്മൾ, ഞാൻ പറഞ്ഞില്ലയോ, ഇതിൻ്റെ ഓരോന്നിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായിട്ടുള്ള ധാരണ ഞാൻ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് എന്താണ് ഉള്ള കാര്യം, വിഴിഞ്ഞം പറയണം ഞങ്ങൾ ഇതാണ് ചെയ്യാൻ പോകുന്നത്.
കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിനകത്തിൽ കൂടി ഇന്ന കാര്യങ്ങളാണ് നടക്കുന്നത്. അത് ഇപ്പോൾ അത് ഓൾറെഡി നമുക്കറിയാൻ ഇപ്പോൾ കഴിയുന്നുണ്ട് ബാക്കിയുള്ള. കാരണം പ്രത്യേകിച്ച് കൊച്ചിൻ ഇതിൽ നോൺ മേജർ തുറമുഖങ്ങൾ ഇപ്പം നമുക്ക് 10 വർഷത്തിന് മുമ്പേ ഒരു മാരിടൈം ആക്ട് വന്നതാണ്. ഈ 10 വർഷമായതിനു ശേഷം നിങ്ങൾക്ക് എന്താണ് നമ്മുടെ നാട്ടിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത്? അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട ബിസിനസ്സുകൾ നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടി നമുക്ക് പറ്റും. പക്ഷേ അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഈ അതോറിറ്റിയുടെ ഭാഗത്തുനിന്നൂടെ ഉണ്ടാകണം. ഇങ്ങനെ അതായത് ടൂറിസമായിട്ട്, കാറ്ററിങ്ങുമായിട്ട് ബന്ധപ്പെട്ട്, ക്രൂ ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട്, ട്രാൻസ്പോർട്ടേഷനുമായിട്ട് ബന്ധപ്പെട്ട്, ലോജിസ്റ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട്, കൺസൾട്ടേഷനുമായിട്ട് ബന്ധപ്പെട്ട്, എഞ്ചിനീയർ എല്ലാത്തിലും ഓപ്പർച്യൂണിറ്റി. ഈ പോർട്ടുകളുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ 600 കിലോമീറ്റർ കോസ്റ്റ് ലൈൻ ആകുമ്പോൾ സ്വാഭാവികമായും ടൂറിസം സാധ്യതകളുണ്ടല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയാമോ? തീർച്ചയായിട്ടും. അതായത് വീണ്ടും ഞാൻ ഒരുപാട് രാജ്യത്ത് യാത്ര ചെയ്തിട്ടുള്ളതാണ്. എല്ലാം നേരിട്ടുള്ള അനുഭവത്തിലാണ് ഞാൻ പറഞ്ഞത്. കേരളത്തിൻ്റെ കൂട്ട് ഇത്രമാത്രം ടൂറിസത്തിന് ഓപ്പർച്യൂണിറ്റി ഉള്ള നാട് നമുക്ക് കാണാൻ പറ്റില്ല. 600 കിലോമീറ്റർ തീരദേശം. ആ തീരദേശത്തുനിന്ന് ഇങ്ങോട്ട് നമ്മൾ കയറി വരുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ച ലേക്കുകൾ, 44 നദി, തീരദേശം മലനാട്, ഇടനാട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന മൂന്നാർ, തിരുവനന്തപുരം ബ്രൈമൂണ്, നമ്മുടെ ഇവിടെ തൊട്ടുള്ള മറ്റ് ഹിൽ സ്റ്റേഷന്, പശ്ചിമഘട്ടം, അങ്ങനെയുള്ള തരത്തിലേക്കൊന്ന്. പിന്നെ കോസ്റ്റൽ ടൂറിസം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം നമുക്ക് തിരുവനന്തപുരത്തു നിന്ന്, അതായത് ആ നമ്മുടെ ക്ലൈമറ്റ് റഫ് സീ അല്ല എങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നമുക്ക് എല്ലാവർക്കും ബോട്ടേ കയറാൻ ഇഷ്ടമാണ് അല്ലേ? ക്രൂസ്. നമുക്ക് ഇവിടുന്ന് വർക്കല വരെ പോയിട്ട് വരുമ്പോൾ നമുക്കറിയാമല്ലോ നമ്മുടെ പ്രദേശത്തിൻ്റെ ബ്യൂട്ടിയും ബാക്കിയുള്ള. അങ്ങനെ 600 കിലോമീറ്റർ എന്ന് പറയുന്നത്. ഇനി തിരുവനന്തപുരത്തു നിന്ന് നമുക്ക് പിന്നെ കന്യാകുമാരി വരെ പോകുമ്പോൾ ത്രിവേണി സംഗമമാണ്. അറബിക്കടൽ, ബംഗാൾ ഉൾക്കടൽ, ഇന്ത്യൻ മഹാസമുദ്രം. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് വിവേകാനന്ദ പാറ. അപ്പം ടൂറിസത്തിനുള്ള സാധ്യത ലൈക്ക് എനിത്തിങ് അത്ര മാത്രമുണ്ട്. അത് അവിടെ ഞാനെന്താ പറഞ്ഞത്, ഇപ്പം മുമ്പേ ചോദിച്ചവർക്ക് അവർക്കും ഇത്തരത്തിലേക്കുള്ള ചെറിയ ചെറിയ തലത്തിലേക്കുള്ള ബിസിനസ്. പക്ഷേ അവർക്ക് ഇത് വരുമ്പം ഫോർ എക്സാമ്പിൾ അവരുടെ വള്ളങ്ങൾ കൊണ്ടുവന്ന് വെക്കാൻ പറ്റുന്ന ജെട്ടികൾ, അവർക്ക് ആൾക്കാരെ കൊണ്ടുവന്ന് ഇറക്കാൻ കേന്ദ്ര ഗവൺമെൻറ്റൊക്കെ സ്റ്റേറ്റ് ഗവൺമെൻറ്റൊക്കെ അങ്ങനെ പദ്ധതികൾ വരുന്നുണ്ട്. ആ വള്ളവും ബോട്ടും ഒക്കെ വന്ന് അടുക്കാനുള്ള ജെട്ടികൾ ഉണ്ടാകണം എങ്കിൽ, അല്ലെങ്കിൽ അത് അവർക്ക് ബെർത്തുകൾ ഉണ്ടാകണം. അത് എല്ലാ കാര്യങ്ങളും ഇവർക്ക്. അപ്പം ഈ ഫെസിലിറ്റീസ് നമ്മൾ ഒരുക്കി കൊടുക്കുകയാണ് എങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ടൂറിസം രംഗത്തേക്ക് പ്രത്യേകിച്ചും മറ്റൊരു അഡ്വാൻറ്റേജും കൂടെ, അതായത് ഇപ്പോൾ യൂറോപ്യൻ കറൻസിലെ യൂറോയും ഡോളറും ദർഹത്തെയും ഇന്ത്യൻ മണിയാക്കുമ്പോൾ അവർക്ക് വലിയൊരു എമൗണ്ട് കിട്ടും. അതെ. അപ്പോൾ അവരുടെ സ്പെൻഡിങ്, അവർക്ക് കൂടുതൽ സ്പെൻഡ് ചെയ്യണ്ട. അതെ. ഇത്രയും ബ്യൂട്ടി, ദൈവാനുഗ്രഹത്തിൻ്റെ ഭൂമിയായിട്ടുള്ള കേരളത്തിന് അത്രയും ബ്യൂട്ടി ആയിട്ടുള്ള വേറൊരു സ്ഥലം ഇവിടെ പറയാൻ പറ്റും. അപ്പോൾ അത്രമാത്രം കോസ്റ്റൽ ടൂറിസത്തിന്, ഇൻലാൻഡ് ടൂറിസത്തിന്, ലേക്ക് ടൂറിസത്തിന്, അതുമായിട്ട് ബന്ധപ്പെട്ട അഡ്വഞ്ചറസ് മീൻസ് അത് അതൊക്കെ ഞങ്ങളതിൽ ഒരു ലിസ്റ്റ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു ടൂറിസത്തിന് അത്ര ഓപ്പർച്യൂണിറ്റിയാണ് ഇവിടെയുള്ളത്. സാർ, നമ്മുടെ ഇന്നത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് തുറമുഖവും തൊഴിൽ സാധ്യതകളും ആണല്ലോ. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എവിടെ ഏത് സൈറ്റിൽ കയറി നോക്കണം, ഏതൊക്കെ കോഴ്സസ് പഠിക്കണം, കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പോൾ ഈ ലോങ് സ്പാനുള്ള കോഴ്സസ്, അതായത് ഇപ്പോൾ ഒരു 4-5 വർഷമൊക്കെ ഒരു പ്രൊഫഷണൽ കോഴ്സ് എടുക്കാൻ സമയമില്ലാത്ത, പെട്ടെന്നൊരു ജോലി എന്നുള്ള ഉദ്ദേശത്തിലൊക്കെ വരുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ITIയോ അല്ലെങ്കിൽ പോളിടെക്നിക്കോ, ഇനി ഈ പറഞ്ഞ അസാപ്പിൻ്റെ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാംസ്, അങ്ങനെ പെട്ടെന്ന് ഒരു തുറമുഖവുമായി ബന്ധപ്പെട്ടൊരു ജോലിക്ക് കയറണം എന്ന് താല്പര്യമുള്ള ഒരാൾക്ക് എന്തൊക്കെയാണ് പഠിക്കാൻ സാധിക്കുന്നത്? നല്ല ചോദ്യം. അതായത് നിങ്ങൾ ഒന്നും, അതായത് അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ഇല്ലെങ്കിലും, നിങ്ങൾ PhD ആണെങ്കിലും സിവിൽ സർവീസ് കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിലും, ഇപ്പം ഞാൻ എൻ്റെ ഇപ്പം എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഇപ്പം ഷിപ്പിന് ഓടിക്കുന്നതിന് അതിൻ്റേതായിട്ടുള്ള സമയത്തിൽ ട്രെയിൻ ചെയ്യണം. അതെ. പിന്നെ കപ്പൽ നിർമ്മിക്കുന്നതിന് അതിനുമായിട്ട് ബന്ധപ്പെട്ട ബാക്കി വരുന്ന, അല്ലെങ്കിൽ അതിൻ്റെ സർവേ നടത്തുന്നതിന് അതിൻ്റെ ബാക്കി വരുന്ന എല്ലാ ജോലിയിലേക്കും നിങ്ങൾക്ക് ഒരു നല്ല വിൽ ഉണ്ട് എങ്കിൽ, അതായത് ഒരു 2 മാസം, 1 മാസം, അല്ലെ 3 മാസം നല്ല ഒരു പ്രൊഫഷണൽ അല്ലെങ്കിൽ നല്ല തരത്തിൽ സബ്ജക്റ്റ് അറിയാവുന്നവരുടെ അടുക്കൽ, മൾട്ടിപ്പിൾ തലത്തിലേക്കോ സബ്ജക്റ്റ് അറിയാവുന്നവരായിരിക്കണം ആണ് എങ്കിൽ ഒരു 3 മാസം 4 മാസത്തെ പഠനം. കാരണം ഇന്ന് ഞാനത് അങ്ങനെ പറയാൻ കാരണം, ഇപ്പം നമ്മൾ പണ്ട് ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഒരു പുസ്തകം കിട്ടാൻ ദിവസങ്ങൾ വേണം. ഇന്ന് ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിനകത്തിലെ ലോകത്തെ എന്തും നമ്മുടെ കയ്യിൽ കിട്ടും. സോ ഇൻഫർമേഷൻ നോട്ട്, ഇപ്പം നമുക്കൊരു പ്രൈം മിനിസ്റ്റർക്ക് ലെറ്റർ അയക്കണം, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉടൻ തന്നെ അങ്ങോട്ട് കൊടുത്താൽ മതി. ഓക്കെ, എനിക്ക് പ്രൈം മിനിസ്റ്റർക്ക് ഒരു ലെറ്റർ അയക്കണം, അതെല്ലാം നമ്മുടെ കിട്ടും. നമുക്ക് വേണ്ടത് എങ്ങനെയാണ്? കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ്. കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ് എങ്ങനെയാണത്? എക്സ്പെർട്ടൈസ്, എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരിൽ നിന്നും
അവരുടെ അനുഭവം മേടിക്കുക. അതെ. ഒപ്പം അത്തരത്തിലുള്ള മേഖലയിൽ അപ്പം ഏതിപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം നമുക്ക് ലോയ്ക്കകത്തിലേക്ക് വരാം. LLB കഴിഞ്ഞിട്ടുള്ള ഒരാൾക്ക് LLB കഴിഞ്ഞിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം 27 പേപ്പർ പഠിച്ചിട്ടാണ് വരുന്നത്. അവർക്ക് നാളെ മാരിടൈം ലോയിലേക്ക് വരണം എങ്കിൽ നല്ല പ്രൊഫഷണലായിട്ടുള്ള ഒരാളുടെ അടുക്കൽ നിന്ന് എന്താണ് ഈ മാരിടൈം സെക്ടർ, ബ്ലൂ എക്കോണമി, അതുമായിട്ട് ബന്ധപ്പെട്ട മൾട്ടിപ്പിൾ സെക്ടർ അയാൾക്കറിയാമെങ്കിൽ നല്ലൊരു പ്രൊഫഷണൽ ഒരു 3 മാസം തൊട്ട് 6 മാസം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മാരിടൈം ലോ അടിസ്ഥാനപരമായിട്ട് ചെയ്യാനുള്ള നോഹോ കിട്ടും. ഇനി ഒരാളിപ്പം ലിറ്ററേച്ചർ അല്ലെന്നുണ്ടെങ്കിൽ ഒരാൾ കമ്പ്യൂട്ടർ ഇപ്പോൾ പറഞ്ഞ BSc കമ്പ്യൂട്ടർ സയൻസാണ്. അപ്പോൾ BSc കമ്പ്യൂട്ടർ സയൻസോ അല്ലെങ്കിൽ MCAയോ അത്തരത്തിലേക്കുള്ള പഠിച്ചേക്കുന്ന ഒരാളാണ്. ഈ നമ്മുടെ ട്രേഡിനകത്തിലെ അതായത് 95% ട്രേഡാണല്ലോ, കണ്ടെയ്നർ ലോഡ് ചെയ്യുന്നതോ ലാഷ് ചെയ്യുന്നതോ ട്രക്ക് ഓടിക്കുന്നതോ ഒഴിച്ചാൽ ബാക്കി വരുന്ന ഈ പറയുന്ന ട്രേഡ് കൂടുതലും കമ്മ്യൂണിക്കേഷനിൽ കൂടെ പോകുന്നത്. അങ്ങനെയല്ല, നമ്മുടെ ജീവിതം തന്നെ അങ്ങനെയായിട്ട് മാറി. കമ്മ്യൂണിക്കേഷൻ നമ്മൾ നടക്കുന്നത് ഗ്ലോബൽ കമ്മ്യൂണിറ്റിയായിട്ടും നാഷണൽ കമ്മ്യൂണിറ്റിയായിട്ട്. അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അതിനെ എങ്ങനെ നാം മാരിടൈം അല്ല ലോജിസ്റ്റിക്സ്, സപ്ലൈ ചെയിൻ, ലോജിസ്റ്റിക്സ് ഇതുമായിട്ട് അവർക്ക് കണക്ട് ചെയ്ത് ദേ നോ വാട്ട് ഈസ് ദാറ്റ്, ഹൗ ടു യൂസ്, എങ്ങനെയാണ് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത്, സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് പറയുന്നത് AI അല്ലെങ്കിൽ ആധുനികമായിട്ടുള്ള ചാറ്റ് GPTയും ജെമിനിയും ഗൂഗിളും വിക്കിപീഡിയയും CPDയും ഒക്കെ ഉപയോഗിക്കാൻ അവർക്കറിയാം. ദെൻ ദേ ഒൺലി നീഡ് ഇതിന് വളരെ കുറച്ച് സമയം മതി. ഇവിടെയാണ് നമുക്ക് വേണ്ടത് നമ്മുടെ ബ്രെയിൻ ട്രെയിനും നമ്മുടെ ചെറുപ്പക്കാർക്ക് നമ്മുടെ നാട്ടിൽ തന്നെ ജോലി കൊടുക്കാനൊക്കെ നമുക്ക് പറ്റും. ഉള്ളൊരു കാര്യം നമ്മൾ റീഡിസൈൻ ചെയ്യണം മുകളിൽ തലത്തിലും. അതുപോലെ വിദ്യാർത്ഥികളും അതുപോലെ നമ്മൾ ഈ സർട്ടിഫിക്കറ്റാണ് ജോലിയിൽ കയറാനുള്ള മാറ്റിയെടുക്കണം. അത് പറഞ്ഞ് മനസ്സിലായി. ആ മാറ്റിയെടുക്കാൻ പറ്റിയ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. സാധാരണക്കാർ കാർഗോ ലോഡ് ചെയ്യുന്നതിന് എത്ര വലിയ ക്വാളിഫിക്കേഷൻ ഒന്നും വേണ്ട. നല്ലോണം കാർഗോ സ്റ്റഫ് ചെയ്യുന്നതിനകത്ത് കണ്ടെയ്നകത്ത് കാർഗോ സ്റ്റഫ് ചെയ്യുന്നത് എങ്ങനെയാണ്, കൃത്യമായിട്ട് അതെങ്ങനെ അടുക്കി വെക്കണം, എങ്ങനെ സ്റ്റാക്ക് ചെയ്യണം. ഒരാൾക്ക് ട്രക്ക് ഡ്രൈവറാണ്, അയാൾക്ക് ഈ പറയുന്ന വലിയ തരത്തിലുള്ള ക്വാളിഫിക്കേഷൻസ് വേണ്ട. പക്ഷെ അയാൾക്ക് റോഡിൽ കൂടെ പോകുമ്പോൾ എന്തറിയണം, അതിനെക്കുറിച്ചുള്ള വിദ്യാഭ്യാസം കിട്ടണം. പറഞ്ഞു സാർ. അപ്പോൾ അയാൾക്ക് ഓപ്പർച്യൂണിറ്റി. അതെ അതെ സാർ, നമ്മുടെ സമയം ഏകദേശം പൂർണ്ണമായി. സത്യത്തിൽ എനിക്ക് ചോദ്യം ചോദിക്കാൻ അനുവാദമില്ലെങ്കിലും പെട്ടെന്ന് ഒറ്റ ചോദ്യം ഞാൻ വളരെ ഹ്രസ്വമായിട്ടൊരു ഉത്തരം പ്രതീക്ഷിക്കുന്നു. അതായത് നമ്മുടെ നാട്ടിലിപ്പം ഗൾഫ് റിട്ടേണീസോ അങ്ങനെയൊക്കെ വന്നിരിക്കുന്ന ആൾക്കാർക്ക് തുറമുഖവുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും സാധ്യതകളുണ്ടോ? പെട്ടെന്നൊന്ന്. 100%. അതായത് ഞാനിപ്പോൾ ഗവൺമെൻറ്റിനോട് പറയാൻ പോകുന്നതാണ്, അവരെ ഇനി പൂൾ ചെയ്യുക. അതായത് നമ്മുടെ നാട്ടിൽ നിന്നും മറുനാട്ടിലും വിദേശത്തും ഉള്ളവരെ ഇങ്ങോട്ട് ഈ ഗവൺമെൻറ് ഇനി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ എക്സ്പീരിയൻസും എക്സ്പെർട്ടൈസും കേരളത്തിൽ ഉപയോഗിച്ചാൽ ഏറ്റവും വലിയ ക്യാപിറ്റലാണ്. അതിൽ കൂടെ അവർക്കും റിട്ടേൺ കിട്ടും. ഓക്കെ, സ്റ്റേറ്റിനും കിട്ടും, അവർക്കും കിട്ടും, നാടും പുരോഗമിക്കും. അവരെ ഇനി എടുക്കുക. ഓക്കെ, അപ്പോൾ എല്ലാ പ്രായത്തിലുള്ളവർക്കും സാധ്യതകൾ തുറന്നിടുന്ന ഒരു രംഗമാണ് തുറമുഖ രംഗം എന്ന് പറയുന്നത്. ഇപ്പോൾ വിഴിഞ്ഞം വലിയ സ്വപ്നമായിട്ട് ഇങ്ങനെ എന്താണ് അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പം നമുക്ക് പ്രതീക്ഷിക്കാം അത് പൂർണ്ണതയിൽ എത്തുന്നതോടുകൂടി തന്നെ ഒരുപാട് പേർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭിക്കും, കൂടുതൽ വിദ്യാഭ്യാസ സാധ്യതകൾ, അതിനനുസരിച്ചുള്ള കോഴ്സുകൾ നമ്മുടെ യൂണിവേഴ്സിറ്റികളടക്കം ഇൻട്രൊഡ്യൂസ് ചെയ്യും എന്ന് തന്നെ ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ പൂർണ്ണമായും അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ വളരെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള 1 മണിക്കൂർ നമുക്ക് തുറമുഖത്തെക്കുറിച്ചും എന്താണ് തുറമുഖമെന്നും അതിൻ്റെ സാധ്യതകൾ, തൊഴിലവസരങ്ങൾ, വിദ്യാഭ്യാസ രംഗത്തെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നത് ശ്രീ നാണു വിശ്വനാഥൻ സാറാണ്. ഒരുപാട് നന്ദി സാർ. താങ്ക് യു സോ മച്ച്. അപ്പോൾ പ്രേക്ഷകർക്കും മെസ്സേജ് അയച്ചവർക്കും ഫോളോവേഴ്സിനും നന്ദി.